നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. ഇതൊരു സാധാരണ ചോദ്യം ചെയ്യലാണോ, അല്ലെങ്കിൽ അധികാരത്തിന്റെ മറവിൽ നടന്ന കാര്യങ്ങളുടെ തുടക്ക വഴിയോ? അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ ഒരു മുൻ മന്ത്രി. ചോദ്യങ്ങൾ കടുപ്പമാകുമ്പോൾ ഉത്തരങ്ങൾ രാഷ്ട്രീയത്തെ വിറപ്പിക്കുമോ, അല്ലെങ്കിൽ രാഷ്ട്രീയ സംരക്ഷണം വീണ്ടും ജയിക്കുമോ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ സത്യം പുറത്തു വരുന്നതിന് മുന്നേ ഫയലുകൾ വീണ്ടും അടയ്ക്കപ്പെടുമോ? ഒന്നും അറിഞ്ഞില്ല, ഒന്നിലും ഒപ്പിട്ടിട്ടില്ല, എല്ലാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയ്തികൾ. ഇതാണ് മുൻ മന്ത്രിയുടെ പ്രതിരോധം. പക്ഷേ കേരളം ചോദിക്കുന്നു, സ്വർണ്ണക്കൊള്ള നടന്നപ്പോൾ മന്ത്രി കാഴ്ചക്കാരനായിരുന്നു, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി സ്വയം പിന്നിലേക്ക് മറയുന്ന രാഷ്ട്രീയ രക്ഷാപ്രവർത്തനമോ? ചോദ്യം ഇതാണ്. ദേവസ്വം ബോർഡ് മാത്രം പ്രതിയാകുമ്പോൾ ദേവസ്വം മന്ത്രിസ്ഥാനം എന്തായിരുന്നു? ഇന്നത്തെ പ്രൈം ഡിബേറ്റ് അറിഞ്ഞില്ല എന്ന വാക്ക് സ്വർണ്ണക്കൊള്ളയുടെ അവസാന കവചമാണോ, അല്ലെങ്കിൽ അധികാരത്തിന്റെ മുകളിൽ വരെ എത്തുന്ന സത്യം മണ്ണിട്ട് മൂടാനുള്ള അവസാന നീക്കമോ? അന്വേഷണം ദേവസ്വം ബോർഡിൽ തട്ടി നിൽക്കുമോ, അതോ സത്യം കടകംപള്ളിയുടെ വാതിൽ തട്ടിക്കയറുമോ? ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു. ശനിയാഴ്ചയായിരുന്നു ചോദ്യം ചെയ്യൽ. എന്നാൽ ഇന്നാണ് ഈ വാർത്ത പുറത്തു വന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഈ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്. അത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി? സ്വർണ്ണക്കൊള്ളയിൽ CPM-ന്റെ 3 നേതാക്കൾ ജയിലിനുള്ളിലായതിനു ശേഷമാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുന്നത്. പക്ഷേ ഈ അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കടന്ന് മുൻ മന്ത്രിയിൽ അവസാനിക്കുമോ? ഈ ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ചോദ്യമുണ്ടായിരുന്നു. കടകംപള്ളി സുരേന്ദ്രന് മുൻ മന്ത്രി എന്ന നിലയിൽ ശബരിമല സന്നിധാനത്ത് നിന്ന് കടത്തപ്പെട്ട ഈ വലിയ സ്വർണ്ണ തട്ടിപ്പിൽ പങ്കില്ലേ എന്നുള്ള കാര്യം. ശ്രീ സേനാപതി വേണു, അഡ്വക്കേറ്റ് BN ഹസ്കർ, അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ശ്രീ രാഹുൽ ഈശ്വർ എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീ സേനാപതി വേണു, ഒടുവിൽ അന്വേഷണം അവിടെ വരെ എത്തിയിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തേണ്ടതായിരുന്നു ഈ ചോദ്യം ചെയ്യൽ, പക്ഷേ അന്ന് നടന്നില്ല. അതിന് കാരണം സർക്കാരിന്റെ ഇടപെടലാണ്. ഈ രീതിയിലുള്ള പ്രതികരണമാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് അത് സംശയിക്കുന്നു? പക്ഷേ ഇത് ചോദ്യം ചെയ്യലിൽ മാത്രം അവസാനിക്കുന്ന ഒന്നായി മാറുമോ? ഇവിടെ ഇപ്പൊ കടകംപള്ളിയുടെ മറുപടി നമ്മൾ കേട്ടു. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു എന്നുള്ളത്. ഇപ്പൊ 10ാമത്തെ ആള് ഇന്നലെ അറസ്റ്റിലായിരിക്കുന്നു. ഈ 10 പേരും അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒഴിച്ച് ബാക്കി ഇങ്ങോട്ടുള്ള എല്ലാ ആളുകളുടെയും മറുപടി ഇത് തന്നെയാണ്: എനിക്കിതിലൊന്നും പങ്കില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോരുത്തരും, അത് മുരാരി ബാബു ആണെങ്കിലും അതിനുശേഷം സുധീഷ് കുമാർ ആണെങ്കിലും, ഇങ്ങനെ വന്ന് ഇപ്പോൾ അകത്തുള്ള എല്ലാവരുടെയും മറുപടി ഒന്ന് തന്നെയാണ്: എനിക്കിതിലൊന്നും പങ്കില്ല, മറ്റ് ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്നുള്ളതാണ്. ആ മറുപടിയാണ് ഇപ്പോൾ കടകംപള്ളിയും പറഞ്ഞിരിക്കുന്നത്. മുമ്പ് ഈ SITക്ക് കൊടുത്ത ചില മൊഴികളുടെ, പത്മകുമാറിൻ്റെയും മറ്റുമായിട്ട് CN വാസുവിൻ്റെതുമായിട്ട് വന്നിരിക്കുന്ന മൊഴികൾ, ആദ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തുന്നതോ അത് മന്ത്രിയുടെ ഓഫീസ് വഴിയാണ് എന്നുള്ള ഒരു മൊഴി പുറത്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ മന്ത്രിക്ക് സുബ്രഹ്മണ്യം പോറ്റിയുമായിട്ട് മുമ്പേ പരിചയമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ കൗതുകരമായി മന്ത്രി മുമ്പ് പറഞ്ഞൊരു വാക്ക് ഇവിടെ ആവർത്തിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് മന്ത്രി തന്നെ മുമ്പ് സാന്ദർഭോചിതമായിട്ടോ അല്ലെങ്കിൽ എന്താ പറഞ്ഞേ ഒരു താൽക്കാലികമായിട്ടോ അദ്ദേഹം പറഞ്ഞതായിരിക്കും. അതേതായാലും അത് സത്യമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി പത്മകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്: ദൈവതുല്യരായ ആളുകൾ നമ്മളോട് പറഞ്ഞാൽ. ഇപ്പൊ ഇന്ന് വിജയകുമാർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എല്ലാം സഖാവ് പറഞ്ഞിടത്താണ് ഞാൻ ചെയ്തത് എന്ന്. അപ്പൊ ഇത് ഒരു ചെയിനായിട്ട് ഇങ്ങനെ വന്ന് മന്ത്രിയുടെ ഓഫീസ് വരെ എത്തി നിൽക്കുന്നു. ഇലക്ഷന് മുമ്പ് തന്നെ, ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് തന്നെ മന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇലക്ഷനിൽ ഇനി തിരിച്ചടിയാകുമോ
എന്നുള്ള ഒരു ഭയമായിരിക്കാം അന്ന് ചോദ്യം ചെയ്യൽ മാറ്റിവെച്ചത്. ഏതായാലും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഡിസംബർ 5-ന് ശേഷം കാര്യമായ പുരോഗതി ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന ചോദ്യത്തിന് ശേഷമാണ് ഇപ്പോൾ വന്ന് എൻ വിജയകുമാറിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ CPM-ന്റെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. മുൻ മന്ത്രിയെ 2019 ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. മന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ദിവസം തന്നെയാണ് ഡി മണി, ഡയമണ്ട് മണിയാണോ, ദ്രാവിഡ മണിയാണോ, ഇനി ദാവൂദ് മണിയാണോ, വേറെ ഏതെങ്കിലും മണിയാണോ എന്ന് അറിയത്തില്ല, ദിണ്ടിക്കൽ മണിയാണോ എന്നും അറിയത്തില്ല, അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരു എന്താ പറഞ്ഞ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെയും ചോദ്യം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ SIT-യുടെ അന്വേഷണം ഇപ്പോൾ അത് ഏതാണ്ട് അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക്, ഇനിയിപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ അവസാനം ഇത് കുറ്റപത്രം സമർപ്പിക്കുകയോ അന്വേഷണം പൂർത്തീകരിക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് 2 പുതിയ CI-മാർ കൂടി അന്വേഷണ സംഘത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു സംശയവും വേണ്ട മഞ്ജുഷ്, ഇന്നല്ലെങ്കിൽ നാളെ, ഏറിയാൽ ഒരാഴ്ച വരെ പോകുന്ന ഞാൻ കരുതുന്നില്ല, 48 അല്ലെങ്കിൽ 72 മണിക്കൂറിനകം കടകംപള്ളിയും ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മന്ത്രിയുടെ ഓഫീസിൽ ഈ കൊള്ളയ്ക്ക് വ്യക്തമായ പങ്ക്. ഇനി 3 കാര്യമാണല്ലോ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, 98-ൽ സ്വർണം പതിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2018-ൽ സ്വർണം അവിടെ ഉണ്ടായിരുന്നു, 2018 വരെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. 2018-ന് ശേഷമാണ് ഇത് പോയിരിക്കുന്നത്. കൊണ്ടുപോയത് ആരൊക്കെ, ബെനിഫിഷ്യറീസ് ആരൊക്കെ, ഈ 2 കാര്യം മാത്രമാണ് ഇനി തെളിയേണ്ടത്. കൊണ്ടുപോയവർ ആരൊക്കെ, ഇതിന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെ, അത് 48 അല്ലെങ്കിൽ 72 മണിക്കൂറിനകം അത് SIT-ക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സേനാപതി വേണു, അഡ്വക്കേറ്റ് BN ഭാസ്കർ, ഇപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സർക്കാരിനൊരു പങ്കാളിത്തവുമില്ല, അതൊരു സ്വതന്ത്ര ബോഡിയാണ് എന്ന് പറഞ്ഞൊഴിയാം. അങ്ങനെയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഒരു ഫയലും കാണുന്നില്ല, ഒരു ഫയലിലും ഒപ്പിടുന്നില്ല, ഇതൊക്കെ പറഞ്ഞൊഴിയാം. അതുതന്നെയാണല്ലോ മന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെയും പറയുന്നത്. അതുകൊണ്ട് പത്മകുമാർ അധ്യക്ഷനായ ബോർഡിന്റെ മുകളിലാണ് ഈ ഉത്തരവാദിത്വം മുഴുവനും. പക്ഷേ ആർക്കും വിശ്വസിക്കുവാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇത്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം മന്ത്രി അറിയാതെ ഈ കാര്യങ്ങളൊക്കെ ശബരിമല സന്നിധാനത്ത് നടക്കുമോ? അത്ര രഹസ്യമായ അല്ല ഈ കാര്യങ്ങളൊന്നും സംഭവിച്ചിരിക്കുന്നത്. ഒരു ചെയിൻ ഓഫ് ഇവൻസ് ആണ്. ആ ഒരു ചെയിനിൽ ആ കണ്ണിയിൽ ഒരുപാട് ആളുകളുമുണ്ട്. അപ്പോൾ മന്ത്രി അറിയാതെ ഇതൊക്കെ നടക്കുമോ എന്ന് അത്ഭുതത്തോടു കൂടി മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ. 2019-ൽ ഈ 3 കൊള്ളയും നടന്നപ്പോൾ, അവിടെ നിന്ന് സ്വർണ്ണക്കതക് അത് പോയപ്പോഴും, കട്ടിളപ്പാളി പോയപ്പോഴും, ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പോയപ്പോഴും ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒറ്റയാളായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ. അല്ല മഞ്ജുഷ്, ഇതില് നമ്മളൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നതിന് വളരെ എളുപ്പമാണ്. ആ നറേറ്റീവിന്റെ ഭാഗമാണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ളത്. ഇത് ഊഹാപോഹങ്ങളും കെട്ടുകഥകളും മാത്രമാണ് എന്നുള്ളതിനപ്പുറം ഒരുപക്ഷെ ഒരു മന്ത്രി, ദേവസ്വം ബോർഡിന്റെ മന്ത്രിക്ക് ദേവസ്വം ബോർഡുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ദൈനംദിന പ്രവൃത്തികളിൽ ഇടപെടുന്നതിനുള്ള അധികാരമില്ലെന്ന് പറഞ്ഞു വെക്കുകയും അധികാരമില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട രീതിയിൽ ഇടപെട്ടിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമം ഈ വിഷയം ഈ സമയത്തൊക്കെ ഉറങ്ങുകയായിരുന്നോ? അങ്ങനെയല്ല. ദേവസ്വം ബോർഡുകളുടെ മേൽ ദൈനംദിന പ്രവൃത്തികളുടെ നിയന്ത്രണാധികാരം മന്ത്രിക്കില്ല എന്നുള്ളത് സാമാന്യ നീതിയുടെ സാങ്കേതികത്വം മാത്രമാണ്. സാമാന്യ നീതിയുടെ സാങ്കേതികത്വം എന്ന് പറയാം. ആ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങി കടകംപള്ളി സുരേന്ദ്രന് രക്ഷപ്പെടാനും പറ്റും. അല്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ അല്ല, എന്റെ പക്ഷവും CPIM എടുത്തിട്ടുള്ള നിലപാടും ഇടതുപക്ഷം എടുത്തിട്ടുള്ള നിലപാടും ഒരേ നിലപാട് തന്നെയാണ്. ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ തന്നെ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട എന്ന നിലപാട് തന്നെയാണ് CPIM-നുള്ളത്. ശബരിമല അയ്യപ്പന്റെ ഒരു തരി മണൽ പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തി തിരിച്ചെത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലൂടെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ശരിയാണ് ഭാസ്കർ, ഞാൻ അതിനോട് യോജിക്കുകയാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ കൈവിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അതങ്ങനെ തന്നെ നടക്കും. അല്ല, സംരക്ഷിക്കാനാണ് തീരുമാനമെങ്കിൽ ഒന്നും നടക്കില്ല. ഈ ചോദ്യം ചെയ്യലിലെല്ലാം അവസാനിക്കും. അങ്ങനെയല്ലേ ഒരു കുറ്റകൃത്യത്തിൽ ഏതെങ്കിലും അല്ല, കോടതിയുടെ സ്റ്റാൻഡ് ശരിയാണ്. കോടതിയുടെ മേൽനോട്ടം ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോകുന്നു. പക്ഷേ രാഹുൽ, അവിടെ വേറെ പ്രശ്നമുണ്ട്. ഈ കോടതിയുടെ വിമർശനം കേട്ടാലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് പോകുന്നതെങ്കിലോ? ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകാതിരുന്നത്? കോടതി പിന്നീട് ഇടപെടുകയും ചെയ്തു, വിമർശിക്കുകയും ചെയ്തു. അത് സാരമില്ല എന്നുള്ള മട്ടിലാണ് അന്വേഷണം പോകുന്നതെങ്കിലോ?
അല്ല മഞ്ജുഷി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇപ്പൊ ED അടക്കമുള്ള ബാക്കി ഏജൻസികളുടെ അന്വേഷണത്തിൽ കൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനമെടുക്കും. ഇനി രണ്ട് കാര്യങ്ങൾ, ശ്രീ കടകംപള്ളി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരേണ്ടതുണ്ട്. 9ഓളം ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഇനി കടകംപള്ളി സാറിനെ കുറിച്ച് രണ്ട് നല്ല പോസിറ്റീവ് കാര്യങ്ങളൂടെ പറഞ്ഞു തുടങ്ങാം. ഒന്ന്, ശബരിമല പ്രക്ഷോഭ കാലത്ത് പോലും ആക്ടിവിസ്റ്റുകളെ കേറ്റണ്ട എന്ന് പറയുകയും കുറച്ചെങ്കിലും വിശ്വാസികളോട് അനുഭാവം കാണിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അത് നമ്മൾ മറക്കരുത്. മറുഭാഗത്ത് ശ്രീ പിണറായി വിജയൻ അവർ അതിശക്തമായി വിശ്വാസികളെ വേട്ടയാടണമെന്ന നിലപാടെടുത്തപ്പോഴും ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭേദം ഉണ്ടാക്കിയതിന് AKG സെന്ററിൽ വിളിച്ച് ചീത്ത കേട്ടൊരു വ്യക്തിയാണ്. രണ്ട്, നമ്മുടെ അയ്യപ്പ സംഗമത്തിൽ വന്ന് ശബരിമലയിൽ സുപ്രീം കോടതി വിധിന്യായം തെറ്റാണെന്ന് പറയാൻ ധൈര്യം കാണിച്ച, ആർജവം കാണിച്ച വ്യക്തിയാണ്. അപ്പൊ നല്ലതിനെ നല്ലതെന്ന് പറയണം. ഇന്നുപോലും പല ആൾക്കാർക്കും ആ വിധിന്യായം തെറ്റാന്ന് പറയാൻ പേടിയാ. വിശ്വാസികളെ വ്രണപ്പെടുത്തേണ്ടതൊക്കെ അവിടെ ഇവിടെയും തുടയാൻ സംസാരിക്കും. സുപ്രീം കോടതിയുടെ വിധിന്യായം തെറ്റാന്ന് പറയാൻ ധൈര്യം കാണിച്ചൊരു മനുഷ്യനാണ്. ഇത് പോസിറ്റീവാണ്. പക്ഷെ എന്നാൽ വേണ്ട രീതിയിൽ അദ്ദേഹം ജാഗ്രത കാണിച്ചില്ല. ശ്രീ ഹസ്കർ സാർ പറയുന്ന ഒരു കാര്യം ടെക്നിക്കലി കറക്റ്റ് ആണ്. അതായത് ദേവസ്വം ബോർഡ് ഒരു ക്വാസി ഗവൺമെന്റൽ ബോഡിയാണ്. ദേവസ്വം ബോർഡിന് അതിൻ്റെതായ റൈറ്റ് ഉണ്ട്. ദേവസ്വം മന്ത്രിയുടെ താഴെയല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ടെക്നിക്കലി വരുന്നത്. ശ്രീ G. സുധാകരൻ സാറിന്റെ കാലത്ത് ഇത് കുറെ കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് കുമ്മനം ചേട്ടൻ, ബഹുമാനപ്പെട്ട ശ്രീ കുമ്മനം അടക്കം അത് പാടില്ല എന്നൊരു നിലപാടെടുക്കുകയും, കാര്യം ഇത് വീണ്ടും ഒരു ഗവൺമെന്റ് മാത്രമായി പോകും എന്നൊരു നിലപാടെടുക്കുകയും കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലി പടംവലി നടക്കുകയും അത് ഔദ്യോഗികമായിട്ട് അങ്ങനെയാണ്. സാങ്കേതികത്വമാണ് അവിടെ. വാക്കാൽ ഒരു നിർദ്ദേശം കൊടുക്കുവാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ശ്രീ രാഹുൽ. കൊടുക്കില്ല എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അങ്ങനെയല്ല. നമുക്കറിയില്ല ഇതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ശ്രീ മഞ്ജുഷി ഈ വിധിന്യായങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു കാണും. മീഡിയ വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കോടതി ഒരു വാക്ക് പറയുന്നുണ്ട്, ഇത് സെൻസേഷനലൈസ് നമ്മൾ ചെയ്യരുത് എന്ന്. കാര്യം കോടതി എന്നിട്ട് പറയുന്നുണ്ട് ഒരുപാട് പേരുടെ പേരുകൾ വരുന്നുണ്ട്. ഇത് കോടതി എഴുതിവട്ട വെടിപ്പിനെയാണ് പറയുന്നത്. നമ്മൾ സെൻസേഷനൽ ചെയ്യരുത്. അക്യൂസ്ഡിനും അവരുടേതായ റൈറ്റ് ടു പ്രിവസി ഉണ്ട്. അവരുടേതായ ജീവിതങ്ങൾ ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. എനിക്കൊരർത്ഥത്തിൽ ശ്രീ കടകംപള്ളി പറയുന്ന കേട്ടപ്പോൾ വിഷമം തോന്നി. എന്നെ സ്വർണ്ണക്കള്ളെന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായി മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളും തെറ്റായിട്ട് അക്യൂസ്ഡായ നമുക്ക് വേദന വരില്ലേ? അതുകൊണ്ട് ഇതിന്റെ സത്യം നമ്മൾ അറിയണം. അത് നമ്മൾ ആരും പേടിക്കണ്ട. സത്യം നമ്മൾ അറിയും. കാര്യം ഇതിലെ പരാതിക്കാരൻ ഹൈക്കോടതിയാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് ജയകുമാർ, ഇപ്പൊ ജസ്റ്റിസ് ബദറുദ്ദീൻ സാറും അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അതിനെയാണ് മുഖ്യമന്ത്രി നിസ്സാരവൽക്കരിക്കാൻ ശ്രമിച്ചത്. അതായത് മുഖ്യമന്ത്രി കുറച്ച് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ചോദിച്ചത് വേറെ ബെഞ്ചാണല്ലോ പറഞ്ഞതെന്നാണ് ദുസൂചന വെച്ച് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി പരിഗണിക്കുന്ന രാജാ വിജയരാഘവന്റെയും ജയകുമാർ സാറിന്റെയും ബെഞ്ചല്ലല്ലോ ബദറുദ്ദീൻ ജാമ്യത്തിന്റെ കാര്യത്തിൽ ഇത്രയും രൂക്ഷമായി പറഞ്ഞ എന്തിനാണെന്നുള്ളതാണ് ഭംഗ്യന്തരേന മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഒരു യൂണിറ്റ് ആണ്, ഒരു ലീഗൽ യൂണിറ്റ് ആണ്. ജാമ്യത്തിന്റെ അടക്കം വരുമ്പോൾ കോടതിയുടെ വാക്കുകളെ ആ ബഹുമാനത്തോടെയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് നമുക്കിതിലെ ഇൻഫർമേഷൻ കോടതികൾ പറയുന്നതാണ്. ആ കോടതികൾ പറയുന്ന ഇൻഫർമേഷൻ കാര്യമായിട്ടെടുത്ത് അതിന്റെ മേലിൽ നമ്മൾ കേസ് ബിൽഡ് ചെയ്ത് ഇതിൽ തെറ്റുകാരുണ്ടെങ്കിൽ, കുറ്റക്കാരുണ്ടെങ്കിൽ അവരെ നമ്മുടെ പുറത്തു കൊണ്ടുവരണം. ഇനി ഏറ്റവും പ്രധാനം, ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ? ഈ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ശബരിമലയിലെ ഒറിജിനൽ സ്വർണ്ണപ്പാളികൾ എവിടെ? അത് തിരിച്ചെടുക്കണം. ഇനിയും പ്രോപ്പർ ഡോക്യുമെന്റേഷൻ വേണം, പ്രൊട്ടക്ഷൻ വേണം. ഇനി ഏറ്റവും വലിയ കൗതുകം, ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ കള്ളം പറയാനുള്ളതിന്റെ സാധ്യത. ഓൾറെഡി ഇവർ ഈ സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന ചോദ്യം മറയ്ക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ഞങ്ങൾ ആ സ്വർണ്ണം ഉരുക്കി, ചെമ്പ് ചീത്തയായി, ബാക്കി സ്വർണം കൈവച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിന്റെ സത്യം നമുക്കറിയണം. ഇതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ EDയും CBIയും ഒക്കെ വരികയാണെങ്കിൽ, ശ്രീ രാജീവ് ചന്ദ്രശേഖറിന് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി മൂവ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം വരികയാണെങ്കിൽ ഒരർത്ഥത്തിൽ നല്ലതാ. ഈ വ്യത്യസ്ത ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ കള്ളത്തരത്തിൽ മറച്ചു വെക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അവിടെയാണ് SIT ആദ്യ ഘട്ടത്തിൽ നന്നായി അന്വേഷിച്ചു എന്നുള്ളതാണ് എല്ലാവരുടെയും അഭിപ്രായം. പക്ഷെ രണ്ടാം ഘട്ടം വന്നപ്പോൾ, ഒക്ടോബർ 4-5 വന്നപ്പം, തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പം ഒരു മെല്ലെപ്പോക്ക് നയത്തിലേക്ക് പോയി. അവിടെയാണ് വളരെ വ്യക്തമായി ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയണം. ഏറ്റവും പ്രധാനം, ഇത് മറച്ചു വിറ്റോ മുറിച്ചു വിറ്റോ കോടിക്കണക്കിന് രൂപ ഇതിൽ ഡീലുകൾ ഉണ്ടായോ? ശ്രീ രമേശ് ചെന്നിത്തല സൂചിപ്പിക്കുന്ന പോലെ ഒരു 500 കോടിയുടെ ഡീലിന്റെ അതിനെപ്പറ്റിയുള്ള അന്വേഷണം എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. ഹൈക്കോടതിയാണ് ആ സംശയം ആദ്യം ഉന്നയിച്ചിരുന്നത്. ഇതിനൊരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘത്തിന്റെ അങ്ങനെ ഒരു പിന്തുണ ഉണ്ടോ എന്നുള്ള കാര്യം. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തിന് മേൽ ഒരു സമ്മർദ്ദവും ഇല്ല എന്നുകൂടി കണക്കാക്കേണ്ടതല്ലേ? ശരിക്കും മുൻ മന്ത്രിയെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്, നിസാരക്കാരനല്ല കടകംപള്ളി സുരേന്ദ്രൻ. ഞങ്ങളൊക്കെ തുടക്കം തൊട്ട് തന്നെ പറയുന്ന കാര്യമാണല്ലോ ഇതിന്റെ അന്വേഷണം മന്ത്രിയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് സ്വാഭാവികമായിട്ടും അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലായിരുന്ന കാര്യമാണ്. കാരണം കേരളത്തിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം ശ്രീ ഹസ്കർ എന്തു പറഞ്ഞാലും, ദേവസ്വത്തിന്റെ നിയമത്തിനെ പറ്റി അദ്ദേഹം എന്തു പറഞ്ഞാലും, ഈ കേരളത്തിലെ ദേവസ്വം ബോർഡ് CPM-ന്റെ നിയന്ത്രണത്തിലാണ് എന്നുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിയും AKG സെന്ററും അറിയാതെ ദേവസ്വം ബോർഡിനകത്ത് ഒരു ഈച്ച പോലും പറക്കുകയില്ല എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന ഒരു വസ്തുത തന്നെയാണ്.
ഈ ഹസ്കർ എന്ന് ഈ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് ഇദ്ദേഹം ദേവസ്വം സുരേന്ദ്രൻ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് പോലും മനപ്രയാസം ഉണ്ടായി എന്ന് പറയുന്ന സാഹചര്യം കേട്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ഒരു അർഹതയൊന്നും അദ്ദേഹത്തിന് ഇല്ല. മണിച്ചന്റെ ഡയറിയിൽ വന്നിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള സല്ലാപത്തിന്റെ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. കളങ്കിത വ്യക്തിത്വം തന്നെയാണ് ഇദ്ദേഹം, ഈ മന്ത്രി, ദേവസ്വം മന്ത്രിയായിരുന്ന സുരേന്ദ്രൻ കളങ്കിത വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹം അറിയാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സാധാരണ അവതാരത്തിനെ ഒരു പൂർണ്ണ അവതാരമാക്കി ശബരിമലയിൽ മാറ്റിയതിന്റെ പ്രധാന കാരണക്കാരൻ ഈ മന്ത്രി തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിലേക്ക് അന്വേഷണം ഈ കടകംപള്ളിയിലേക്ക് ഇതിന്റെ അന്വേഷണം ചെന്നെത്തുക തന്നെ വേണം. ഒരു കാര്യമുണ്ട്, ഈ കാര്യത്തിൽ CPM മാത്രമൊന്നുമല്ല കുറ്റക്കാർ. ഇതിനകത്ത് കടകംപള്ളിയിലേക്ക് എത്തണമെന്ന് പറയുമ്പോൾ കടകംപള്ളിക്കെതിരെയുള്ള മൊഴി വേണം. അങ്ങനെ ഒരു മൊഴി കിട്ടിയിട്ടുണ്ടാവുമെന്ന് തന്നെ വേണമെങ്കിൽ കരുതാമില്ലേ? കാരണം പത്മകുമാർ കടകംപള്ളിയെ കൈവിട്ടോ എന്നുള്ള ചോദ്യമാണ്. ദൈവതുല്യൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ശവന്തീനികളല്ല എന്തായാലും എന്നുള്ള ഒരു മറുപടിയാണ്, കടങ്കഥ പറയുകയാണ് ഇന്ന് പത്മകുമാർ ചെയ്തത്. അതെ, ഇന്ന് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ദൈവതുല്യർ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ബഹുവചനമാണെന്നതോടെ ശ്രീ മഞ്ജുഷ് കേൾക്കേണ്ടതാണ്. ബഹുവചനമാണ്, ദൈവതുല്യനല്ല, ദൈവതുല്യർ. അതുകൊണ്ട് ഒരു ദൈവതുല്യനായിട്ടുള്ള കടകംപള്ളിയിലേക്ക് അന്വേഷണം പോകില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായ രീതിയിൽ ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ഒക്കെ തണുപ്പ് കൂടുതലാണ്. ആ തണുപ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ അവർ അനങ്ങാതിരുന്നത്. എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിൽ ഈ ചോദ്യം ചെയ്യൽ, പേരിനുള്ള ഒരു ചോദ്യം ചെയ്യലെന്നും പോലും പറയാനാവാത്ത ഒരു മൊഴിയെടുക്കൽ മാത്രമായിരുന്നോ ഇത്? അങ്ങനെ കണക്കാക്കേണ്ടി വരുമല്ലോ. അല്ല, നമ്മളൊരു കാര്യം ഓർക്കണം, കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര വിജിലന്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ നിൽക്കുന്നത്. ദിലീപിന്റെ വിഷയത്തിൽ ഉൾപ്പെടെ ശനിയാഴ്ച ചോദ്യം ചെയ്തു എന്നുള്ള വിവരം പോലും പുറത്തു വന്നില്ല. എത്രമാത്രം രഹസ്യാത്മകമായിട്ടാണ് SIT ഈ കടകംപള്ളി സുരേന്ദ്രന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അല്ല, അത് ഹൈക്കോടതിയുടെ നിർദ്ദേശവും ഉണ്ടായിരുന്നു, ഇത് സെൻസേഷണൽ ആക്കരുത് എന്നുള്ള കാര്യം ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചോളട്ടെ, ബാക്കി ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന അതേ ദിവസം തന്നെ നിങ്ങളുടെ ചർച്ചകൾ വന്നിട്ടുണ്ടല്ലോ. ഇത് മാത്രം എന്താണ് 3 ദിവസം താമസിച്ചത്? അന്നേരം വളരെ കൃത്യമാണ്. ഇതിനകത്ത് ശ്രീ ഹസ്കർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ദേവസ്വം ബോർഡിലെ എല്ലാ കാര്യങ്ങളും മന്ത്രി തന്നെയാണ് നിയന്ത്രിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. കഴിഞ്ഞ കുറെ കാലത്തിന് മുമ്പ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ മേൽക്കൂര അടർന്നു വീണ് ഒരു സഹോദരി മരണമടഞ്ഞല്ലോ. ആ സഹോദരി മരണമടഞ്ഞതിന് ശേഷം ആ സഹോദരിയുടെ മകന് ജോലി കൊടുക്കാന് ദേവസ്വത്തിന്റെ മന്ത്രിയായിട്ടുള്ള ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നിയമനം കൊടുത്തത്? ആരോഗ്യ വകുപ്പിലല്ലല്ലോ. ഒരു നിയമനം പോലും കൊടുക്കാനുള്ള അധികാരം ദേവസ്വം മന്ത്രി എടുക്കുന്നുണ്ട് എങ്കിൽ ഈ കേരളത്തിലെ 3 പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡുകൾ ഉൾപ്പെടെ 5 ദേവസ്വം ബോർഡുകളുടെയും സമസ്ത കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദേവസ്വം മന്ത്രി തന്നെയാണ്. നിയമത്തിനെ പറ്റി വ്യാഖ്യാനിച്ചിട്ട് കാര്യമില്ല. CPMന്റെ ബലവും ആർജവും അതിന്റെ സംഘടനാ സംവിധാനവും അറിയാവുന്ന ഏതൊരു വ്യക്തിക്കും പകൽ പോലെ കാണാനൊക്കെ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഹസ്കർ അങ്ങനെ എത്ര ഡിഫെൻഡ് ചെയ്താലും കാര്യമില്ല കേട്ടോ. അങ്ങനെ മന്ത്രിക്ക് ഒരു പങ്കുമില്ല, വകുപ്പിനൊരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ജീവിക്കുന്ന ആളുകളല്ലായിരിക്കണം ഇത് ഈ പൊട്ടത്തരം വിശ്വസിക്കണമെങ്കിൽ. അല്ല മഞ്ജുഷ, ഇതില് സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഇപ്പോ പറയുന്നത് 3 പേരുകാർ CPMുമായി ബന്ധമുണ്ട് എന്നുള്ളത് കൊണ്ട് CPM ഇത് കൊള്ളയ്ക്ക് കൂട്ടുനിന്നു, കൊള്ളയെ CPM അറിഞ്ഞു എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നിടത്തും പ്രശ്നമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അന്വേഷണ പുരോഗതിയിൽ SIT നടത്തുന്ന അന്വേഷണ പുരോഗതിയിൽ വലിയ പങ്ക്, ആശ്വാസം കേരളത്തിൽ പൊതുസമൂഹത്തിനുണ്ട്. ആ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യത ഒരു വിഷയത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ചിടത്തോളം അറിയുന്ന വിവരങ്ങളെ സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തും. അതുപ്രകാരമാണ് കടകംപള്ളി സുരേന്ദ്രനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് എന്നുള്ളതിലൊരു സംശയമുണ്ട്. അത് മാധ്യമങ്ങളോട് പറയുകയും മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾ അറിയുകയും അത് ആഘോഷമാക്കുകയും ഒക്കെ വേണമായിരുന്നു. രഹസ്യാത്മകമായി ചെയ്തു അല്ലെങ്കിൽ എപ്പ ചെയ്തു എന്നുള്ള നല്ല പ്രശ്നം. തെരഞ്ഞെടുപ്പിന് മുൻപ് കടകംപള്ളിയെ ചോദ്യം ചെയ്തില്ല എന്നുള്ളത് ഒരു വലിയ അപരാധമായി SITക്ക് മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെ അല്ല, അത് ശരിയല്ല. അവിടെ കണ്ണടയ്ക്കുകയായിരുന്നു. വേണ്ടത്ര തെളിവുകളൊക്കെ ആ സമയത്ത് തന്നെ കിട്ടിയിരുന്നു. അതിനേക്കാൾ വലിയ കാര്യങ്ങളൊന്നും അതിനുശേഷം സംഭവിച്ചുമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം പിന്നീട് അന്വേഷണം ഊർജ്ജസ്വലമായി മുന്നോട്ട് പോയി എന്ന് തന്നെ കണക്കാക്കേണ്ടി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ സമയത്ത് ഒരു വക നടന്നിട്ടില്ല SITയുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെയല്ല, 2 ജാമ്യാപേക്ഷകളിൽ മേൽ ഒരു കോമൺ ഓർഡർ എഴുതിയപ്പോൾ ജസ്റ്റിസ് ബദറുദ്ദീൻ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുകയും ആ പരിശോധനയിൽ എന്തുകൊണ്ട് വൈക്കാരിയസ് ലയബിലിറ്റിയുടെ പേരിൽ ബോർഡ് അംഗങ്ങളായിട്ടുള്ള വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്.
ആ വസ്തുത മുൻനിർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ അല്ലെങ്കിൽ SITക്കെതിരെ ഒരു വലിയ വിമർശനം കോടതി നടത്തിയിരിക്കുന്നു എന്ന നിരീക്ഷണത്തിലാണ് പൊതുബോധം എത്തപ്പെടുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടായിട്ടുള്ളത്. ഇലക്ഷൻ ആയതുകൊണ്ട് അല്ല ഒരു അന്വേഷണം അവിടെ തടസ്സപ്പെട്ടത്. ഇലക്ഷന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട അന്വേഷണത്തെ പന്ഥീഭവിപ്പിച്ചു എന്ന തോന്നൽ പോലും അക്കാര്യത്തിൽ വേണ്ട. കാരണം സകല വിധമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിനും സാക്ഷിമൊഴികൾ എടുക്കുന്നതിനും ആയിട്ടുള്ള സക്രിയമായ ഇടപെടൽ SIT നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി എത്തുന്നു. ഒരു മുൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം, ആ ആരോപണത്തെ പോലും അഡ്രസ് ചെയ്തുകൊണ്ടാണ് SIT പോകുന്നത്. അതാണ് ഡിണ്ടിഗൽ മണിയിലേക്കോ ചെന്നിത്തലയുടെ പ്രതികരണം കേൾക്കാം. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത അറിഞ്ഞതിന് ശേഷം രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിരക്ഷയുണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ഇത് ചെയ്തത്. ഈ 2 CPMന്റെ ഉന്നതരായ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. ഇപ്പൊ 3-മതൊരാൾ ഇന്നലെ വിജയകുമാർ, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ CPMന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് 1ാം പിണറായി ഗവൺമെന്റ് കാലത്ത്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ 3 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിൽ പോയി. മന്ത്രി ഇതൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ശ്രീ സേനാപതി വേണു, സക്രിയമായി തന്നെ കാര്യങ്ങൾ പോകുന്നു, അന്വേഷണം പോകുന്നു എന്ന ഹസ്കറിന്റെ വാദം, അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അതിനെ നിഷേധിക്കുന്നുണ്ടോ താങ്കൾ, അന്വേഷണം മുന്നോട്ട് പോകുന്നതിനെ? അല്ല, അന്വേഷണം ഇത്രയും കാലം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു മാസക്കാലം മന്ദീഭവിച്ച് കിടന്നുകൊണ്ടാണല്ലോ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ വളരെ പ്രസക്തമായ ഒരു കാര്യം ശ്രീ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ചത് ഞാനത് ആവർത്തിക്കുകയാണ്. ഇവിടെ തുണ്ടി മുതലിന്റെ ഒരു റിക്കവറി ഇതുവരെയും നടന്നിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എൻ വാസുവിന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഒരു കണ്ടൻഷൻ അത് തന്നെയാണ്. 98 ഇങ്ങനെ സ്വർണ്ണപ്പാളി പതിപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒരു സാധനം ഇല്ല എന്നുള്ള ഒരു കണ്ടൻഷൻ അദ്ദേഹത്തിന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ പോലും അദ്ദേഹം റേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനി ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ദിണ്ടിഗൽ മണിയോ അല്ലെങ്കിൽ ദാവൂദ് മണിയോ ഡയമണ്ട് മണിയോ ആരുമായിക്കൊള്ളട്ടെ, ഇനി ഈ സ്വർണം റിക്കവർ ചെയ്യപ്പെടണം. എന്തുകൊണ്ടാണ് ഗോവർദ്ധന്റെ ബെയിൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി അത് നിരസിക്കാനുള്ള കാരണം, അവധിക്കാല ബെഞ്ച് നിരസിക്കാനുള്ള കാരണം, റിക്കവറി നടന്നിട്ടില്ല. ആ റിക്കവറി നടക്കാതെ ഈ കേസ് ഇത് നിയമത്തിന്റെ മുമ്പിൽ സ്റ്റാൻഡ് ചെയ്യല. സ്വർണം കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി പോയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് എടുത്തെടുത്ത് പറയാമെങ്കിലും അല്ലല്ല, അത് ഹൈക്കോടതിയുടെ ഉത്തരവിന് ശേഷവും അവിടെ ശാസ്ത്രീയ പരിശോധന നടത്തണം എന്ന് ഹൈക്കോടതി പറഞ്ഞതിന് ശേഷവും അതിലേക്ക് കൺക്ലൂഡ് ചെയ്യുവാനുള്ള തെളിവുകളുമായിട്ട് SITക്ക് മുന്നോട്ട് വരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ അവിടെയുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതുപോലെ തന്നെ കട്ടിളപ്പാളികളിലെ സ്വർണ്ണപ്പാളികളും ഇതൊക്കെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന കാര്യത്തിലേക്ക് ഇതുവരെ ഒരു കൺക്ലൂഷൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രതികളെ അങ്ങനെ അനിശ്ചിതമായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. 60 ഡേയ്സ് കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ 90 ഡേയ്സ് കഴിയുമ്പോഴേക്കും അവർക്ക് നിയമപരമായി ജാമ്യം കിട്ടാനുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോ ഇനി എത്രയും പെട്ടെന്ന് ഈ സ്വർണത്തിന്റെ റിക്കവറി നടക്കണം. തത്തുല്യമായ സ്വർണോ അല്ലെങ്കിൽ ആ സ്വർണത്തിന് പകരം വേറെ ഏതെങ്കിലും സ്വർണം കിട്ടിയത് കൊണ്ട് ഈ കേസ് നിലനിൽക്കത്തില്ല, സ്റ്റാൻഡ് ചെയ്യത്തില്ല. പണ്ട് എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 27 ഇപ്പോൾ അത് BNSS മാറിക്കഴിഞ്ഞപ്പോഴേക്കും സെക്ഷൻ മാറിയിരിക്കുന്നു. പക്ഷേ നടപടി അത് തന്നെയാണ്. ഈ ചോദ്യം ചെയ്യപ്പെട്ട പ്രതികളെ ചോദ്യം ചെയ്ത് ഇവരെവിടെയാണ് ഈ സ്വർണം കൊടുത്തിരിക്കുന്നത്, ആ സ്വർണം അവിടെ നിന്നോ അല്ലെങ്കിൽ സ്വർണം ഉരുക്കിയതാണോ അത് റിക്കവറി ചെയ്യപ്പെടണം. അത് റിക്കവറി ചെയ്യപ്പെടാത്ത ആ ഒരു ഘട്ടം നിലനിൽക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഉയരുന്ന ഒരാശങ്ക എന്ന് പറഞ്ഞാൽ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം ഉണ്ടായാൽ
പിന്നെ ഈ കേസ് ഒരിക്കലും തെളിയാൻ പോകുന്നില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ റിക്കവറി നടപടികൾ, അതായത് ഈ മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഇല്ലെങ്കിൽ അവിടുന്ന് എടുത്തു മാറ്റിയിരിക്കുന്ന സ്വർണം അത് റിക്കവറി ചെയ്യേണ്ട നടപടികൾ, ആ നടപടികൾ വീണ്ടും ശ്രീ ഗോവർദ്ധനെയും അതുപോലെ തന്നെ എന്താ പറയുക പങ്കജ് ഭണ്ഡാരിയെയും ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കേസ് അന്വേഷണം അവിടെ ചുറ്റിത്തിരിയുകയായിരിക്കും ഈ പറയുന്ന സ്വർണം റിക്കവറി ചെയ്യുന്നതിലേക്ക്. ഇതിൽ ഗൂഢാലോചനയിൽ പങ്കാളികൾ ആരാണ് എന്നുള്ള കാര്യം അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, അന്നത്തെ ഭരണസമിതി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 അംഗങ്ങളും ഇവരിൽ നിന്ന് മുകളിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. കടകംപള്ളിയിൽ നിന്ന് സംശയ നിവൃത്തി വരുത്തുന്നതായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം. അങ്ങനെയും അനുമാനിക്കാമല്ലോ. കുറച്ച് കാര്യങ്ങളുണ്ട്. അന്ന് ഈ പറയുന്ന പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിലേക്ക് കത്തയക്കുന്നു. അതിനെക്കുറിച്ച് ചോദിച്ച് അതിൻ്റെ സംശയ നിവൃത്തി വരുത്തുന്നതാകാം. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ദേവസ്വം വകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം, പിന്നെ അങ്ങനെ ഇടപെടാനുള്ള സാഹചര്യം, ഏതെങ്കിലും തരത്തിലുള്ള അംഗീകാരം, അപ്രൂവൽ വേണ്ടി വരുമോ ദേവസ്വം വകുപ്പിൽ നിന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു സംശയ നിവൃത്തി അത് മാത്രമേ കടകംപള്ളിയിൽ നിന്ന് SIT ഉള്ളതെങ്കിലോ? കാരണം സാങ്കേതികത്വം പറഞ്ഞ് രക്ഷപ്പെടാൻ അവിടെ, കാരണം ഒന്നിലും ഒപ്പിടുന്നില്ല, ദേവസ്വം മന്ത്രി ഒന്നിലും ഒപ്പിടുന്നില്ല. മഞ്ജുഷ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശബരിമലയിൽ നടക്കുന്ന ഏത് നിർമ്മിതികളും, വിലപിടിപ്പുള്ള ഏത് നിർമ്മിതികളും ആ പ്രിമീസസിനുള്ളിൽ, കോമ്പൗണ്ടിനുള്ളിൽ നടക്കണം. അതുകൊണ്ടാണല്ലോ 58 വിദഗ്ധന്മാരുമായിട്ട് വിജയമല്യയുടെ എന്താ പറയുക യുണൈറ്റഡ് ബിവറേജസ് ഗ്രൂപ്പ് അന്ന് തന്നെയാണല്ലോ ഇതിന്റെ സ്വർണ്ണപ്പാളി. അപ്പൊ അവിടെയും കടകംപള്ളിക്ക് രക്ഷ നേടാം. ഒരു സംശയവും വേണ്ട. കേവലം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റോ അംഗങ്ങളോ മാത്രം വിചാരിച്ചാൽ ഇത് മന്ത്രിയുടെ മൗനാനുവാദം അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി ഇതിന് അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ഇപ്പൊ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു. വീണ്ടും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിക്കും. ആ ചോദ്യം ചെയ്യലിലൂടെ, കാരണം ഇവരെ 3 പേരെ ഇരുത്തി ചിലപ്പോൾ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടം വരുമ്പോ അത് നിശ്ചയമായും ഇത് മന്ത്രിയുടെ ഓഫീസിൽ മന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് പുറത്തോട്ട് കൊണ്ടുപോയിരിക്കുന്നത് എന്ന് ആ വിവരം പുറത്തു വരും. ഒരു സംശയവും വേണ്ട. അങ്ങനെയാണെങ്കിൽ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ പൂർണ്ണമായിട്ടും ഈ പറയുന്ന പത്മകുമാറും വിജയകുമാറും, ഇനി ശങ്കർദാസ് അറസ്റ്റിലായിട്ടില്ല, ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം, കാരണം ഹൈക്കോടതിയുടെ ഇടപെടൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർ പൂർണ്ണമായിട്ടും ഈ പറയുന്ന മന്ത്രിക്കെതിരെയും മൊഴി കൊടുക്കണം, ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരണം. അങ്ങനെയൊക്കെ കടന്ന് സംഭവിക്കുമോ മന്ത്രിയിലേക്ക് എത്തുന്ന രീതിയിൽ അന്വേഷണ സംഘത്തിന് സഹായകരമായ മൊഴികൾ കിട്ടുവാനൊക്കെ? ഈ കേസിന്റെ തുടക്കം തൊട്ട് തന്നെ കൃത്യമായൊരു തിരക്കഥ എഴുതപ്പെട്ടിരുന്നു. ആ തിരക്കഥ അനുസരിച്ച് ഓരോ സീനായിട്ട് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്രകാരമുള്ള ഷൂട്ടിങ്ങിന്റെ ഈ അവസാനത്തെ ഒരു ഷൂട്ടിംഗ് മാത്രമാണ് ഈ മന്ത്രിയായിരുന്ന കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. നേരത്തെ ശ്രീ സേനാപതി വേണു പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ്. ദേവസ്വം നിയമവും ദേവസ്വം മാനുവലും എന്താണെന്ന് നോക്കേണ്ടതില്ല. കേരളം ഭരിക്കുന്നത് CPM ആണ് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും അവർ സജീവമായി ഇടപെടുമെന്നുള്ളത് തീർച്ചയാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ മുമ്പിൽ പോയി കൈ ഒന്ന് തൊഴാൻ മടി കാണിച്ചിരുന്ന ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ഇന്ന് SITയുടെ മുമ്പിൽ പോയി കൈകൂപ്പി നിൽക്കുന്നു എന്നുള്ളത് അയ്യപ്പന്റെ ഒരു കളി തന്നെ അല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണം ഈ കടകംപള്ളിയിൽ മാത്രമായിട്ട് ഒതുങ്ങാൻ സാധിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യയിലെ തെളിവ് നിയമങ്ങൾ അനുസരിച്ച് ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്ന് ദിലീപിന്റെ കേസ് ഉൾപ്പെടെ ഈ ക്രിമിനൽ കേസുകളുടെ വിസ്താരങ്ങൾ സൂക്ഷ്മമായി നോക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിനെ പറ്റിയുള്ള അന്വേഷണം നമ്മൾ ശ്രദ്ധിക്കൂ. നമ്മളൊക്കെ ഈ കേസിന്റെ തുടക്കം തൊട്ട് എത്രയോ ചർച്ചയ്ക്ക് ഇരുന്ന് കഴിഞ്ഞതാണ്. കേരളത്തിൽ മാത്രമല്ല ഇതിന്റെ വേരുകൾ എന്ന് അന്ന് തൊട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇത് ഭാരതത്തിന്റെ വെളിയിലേക്കും പോവുകയാണ്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജികൾ കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോണിയാഗാന്ധിയുടെ ഓഫീസ് ശ്രീ സേനാപതി വേണു കോൺഗ്രസിന്റെ വക്താവായിട്ടൊരു ആൾ തന്നെയാണല്ലോ. ഈ സോണിയാഗാന്ധിയുടെ അനുജത്തി ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ വിഗ്രഹക്കടത്ത് അല്ലെങ്കിൽ അമൂല്യ വസ്തുക്കളുടെ കച്ചവടമുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ ഭാരതത്തിന്റെ ഭരണരംഗത്ത് കഴിഞ്ഞ ഏറെ കാലമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരിക്കുന്ന സോണിയാഗാന്ധിയെ എന്തിനാണ് അവിടെ പോയി സന്ദർശിച്ചത്? അതിനെപ്പറ്റി കൂടെ അന്വേഷണം വേണം. അതൊന്നും AI ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തതാണെന്ന് ഇന്ന് വരെ ഒരു കോൺഗ്രസ് നേതാവും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര ബന്ധം ഈജിപ്തിലേക്കും ഇറ്റലിയിലേക്കും ഇതിന്റെ അന്വേഷണം പോകേണ്ടതുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ബാക്കി തെളിവുകൾ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ അന്വേഷണം CBI ഏൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ അന്വേഷണം ഈ പല AICCയുടെ ഓഫീസുകളിലേക്ക് വരെ നീളാനുള്ള സാധ്യതയുണ്ട്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ മന്ത്രിയുടെ ഓഫീസ് വരെയല്ല ഇതിന്റെ കേരളത്തിലെ അന്വേഷണം പോകുന്നത്. ഇതിന്റെ അന്വേഷണം സ്വാഭാവികമായിട്ടും AKG സെന്ററിലേക്കും പോകേണ്ടതുണ്ട്. കാരണം ഈ ഒരു ദേവസ്വം വകുപ്പിനെ പറ്റിക്ക് മന്ത്രിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ മന്ത്രി പറയുന്ന CPM പറയുന്നത് എന്തായിരിക്കും? ഞങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടില്ല. അതും പൂർണ്ണമായും തെറ്റാണ്. AKG സെന്ററിൽ നിന്ന് കിട്ടുന്ന ആജ്ഞകൾക്കനുസരിച്ച് മാത്രമേ ഇക്കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത്തരം വില കൂടിയ വസ്തുക്കള്, ദൈവിക മൂല്യമുള്ള വസ്തുക്കള് ഈ കേരളത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി ഇത്തരത്തിലുള്ള കച്ചവടം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് എങ്കിൽ അതിന്റെ പിറകിൽ ആ ഒപ്പ് വലിയ ഒരൊപ്പ് തന്നെയായിരിക്കും. ആ ഒപ്പ് സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കെട്ടിക്കൊടുത്ത ഒരു ഫോട്ടോ അത് വെച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് സംഘപരിവാർ സംഘടനകൾ മാത്രമല്ല, CPM അതിൽ മുന്നിൽ തന്നെയുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രതിരോധം തീർക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ അല്പം ബാക്ക് ഫുട്ടിലായിട്ടുണ്ട് ഈ വിഷയത്തിൽ. അല്ല, ഞാൻ മഞ്ജുഷെ മുമ്പും ഈ കാര്യത്തെക്കുറിച്ചൊരു മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഫോട്ടോ ഉണ്ട്, അദ്ദേഹം ശ്രീമതി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നതായ ചിത്രവുമുണ്ട്. എൻ്റെ ചോദ്യം, ആ ചിത്രമോ സോണിയാഗാന്ധിയെ സന്ദർശിച്ച കാര്യമോ അതുകൊണ്ട് ശബരിമലയിലെ ഒരു തരി സ്വർണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ഈ പറയുന്ന ഫോട്ടോയോ അല്ലെങ്കിൽ ഈ പറയുന്ന നേതാവിനെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? കാരണം അവിടുന്ന് സ്വർണം എടുക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെയും അനുമതി വേണം. ഇനി സോണിയാഗാന്ധിയെ സന്ദർശിച്ചിട്ടുണ്ടാകാം, സോണിയാഗാന്ധിക്കൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ടാകാം. എൻ്റെ ചോദ്യം, ആ ഫോട്ടോ കൊണ്ടോ ആ സന്ദർശനം കൊണ്ടോ ഈ സോണിയാഗാന്ധി പറഞ്ഞിട്ടുണ്ടോ അവിടുന്ന് സ്വർണ്ണപ്പാളി നിങ്ങൾ എടുത്തു, ഈ ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ സ്വർണ്ണപ്പാളി കിട്ടും, ഇല്ലെങ്കിൽ ഈ ഫോട്ടോയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ദേവസ്വം ബോർഡ് നിങ്ങളെ ഇത് എടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കുമെന്നുള്ളത്? ഇപ്പൊ ഫോട്ടോകളാണല്ലോ പ്രചരിച്ചിട്ടുള്ളത്, പോറ്റിയുമായിട്ട് ഇരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോകളാണല്ലോ കടകംപള്ളിയുമായിട്ട്. അല്ല, കടകംപള്ളിയുമായിട്ടിരിക്കുന്ന ഫോട്ടോ ഇരിക്കുമ്പോൾ കടകംപള്ളി അന്നത്തെ ദേവസ്വത്തിന്റെ മന്ത്രിയാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് സ്വർണം അവിടുന്ന് പോയിട്ടുള്ളത്. അതാണല്ലോ ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. എന്റെ ചോദ്യം ഞാൻ വീണ്ടും ശ്രീ അനിൽ വിളയനോടും കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. സോണിയാഗാന്ധിയുടെ സന്ദർശനം കൊണ്ട്, സോണിയാഗാന്ധിയെ സന്ദർശിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ഒപ്പം നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തതുകൊണ്ട്, ആ ഒരു കൃത്യം കൊണ്ട്, അല്ലെങ്കിൽ സോണിയാഗാന്ധി എന്തെങ്കിലും അനുമതി കൊടുത്തതുകൊണ്ട് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമല ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ കഴിയുമോ? UPA അധികാരത്തിലിരുന്ന സമയത്താണ് ശ്രീ സേനാപതി വേണു ആ ഫോട്ടോ പോറ്റി പോയി കണ്ടത്. UPA ചെയർപേഴ്സൺ ആയിരുന്ന കാലത്താണ് പോയി കണ്ടത്. അല്ല, ഞാൻ അതിനെ നിഷേധിക്കുന്നില്ലോ. എന്റെ ചോദ്യം അതാണ്. എന്റെ ചോദ്യം, സോണിയാഗാന്ധിയെ സന്ദർശിച്ചു എന്ന കാരണത്താൽ, സോണിയാഗാന്ധിക്കൊപ്പം ഫോട്ടോ എടുത്തു എന്ന കാരണത്താൽ ശബരിമലയിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം എടുത്തുകൊണ്ട് പോകാനുള്ള ലൈസൻസോ മറയോ ആകുമോ? പോറ്റിക്ക് കോൺഗ്രസ് നേതാക്കളുമായിട്ട് ബന്ധമുണ്ട്. പോറ്റിയെ കയറ്റിയത്, സന്നിധാനത്ത് കയറ്റിയത് കോൺഗ്രസ് നേതാക്കളാണ് എന്ന് വരുത്തി തീർക്കുവാനാണ് ഇതെല്ലാം. അത് മനസ്സിലായില്ലേ താങ്കൾക്ക്? അല്ലല്ലല്ല ശ്രീ സേനാപതി വേണം, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ സ്വർണ്ണപ്പാളി എടുക്കാന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധി അനുവാദം കൊടുത്തു എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നേ. ഈ മോഷണം പോയ വസ്തുക്കളുടെ വിൽപ്പന സോണിയാഗാന്ധിയുടെ ബന്ധങ്ങൾ കൊണ്ട്, അവരുടെ കുടുംബ പശ്ചാത്തലം ഉപയോഗിച്ചുകൊണ്ട് ഭാരതത്തിന് വെളിയിൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ സോണിയാഗാന്ധി മോഷ്ടിച്ചു എന്നല്ല. വിൽപ്പന സോണിയാഗാന്ധി വഴി നടന്നിട്ടുണ്ട്. അല്ല, SIT അന്വേഷിക്കട്ടെ തന്നെ. ഈ മോഷ്ടിച്ചെടുത്ത സാധനം എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്, ആര് വഴിയാണ്, ഇനി വിദേശത്തേക്കാണോ സ്വദേശത്തേക്കാണോ, സുഭാഷ് കപൂറിന്റെ കയ്യിലാണോ എത്തിയിരിക്കുന്നത്, അല്ല ഡയമണ്ട് മണിയുടെ കയ്യിലാണോ എത്തിയിരിക്കുന്നത്, അല്ലെ ദാവൂദ് മണിയാണോ, ആരെങ്കിലും ആട്ടെ എത്തിയിരിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ SITക്ക് കഴിയുമല്ലോ. SIT ആ വഴി ഇവരോട് ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ഓരോ കണ്ണി കിട്ടുമല്ലോ. ആ കണ്ണിയിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ സോണിയാഗാന്ധിയുടെ ബന്ധുക്കളോ ഇല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആണോ ഇത് വിദേശത്തേക്ക് കടത്തി എന്നുള്ളത് അത് കൃത്യമായിട്ട് അന്വേഷിക്കാമല്ലോ. അന്വേഷണത്തിന് ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ? ഇപ്പോ സോണിയാഗാന്ധിയുടെ പേരുകൂടി ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെയും യഥാർത്ഥ കൃത്യത്തെയും അവിടെ ഒരു പുകമറ തന്നെയാണല്ലോ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പ്രതിരോധം അതിൽ തീർക്കണം. അതിനുവേണ്ടിയുള്ളൊരു പുതിയ കളിയായിരുന്നു ഈ കോൺഗ്രസിനെതിരെ സോണിയാഗാന്ധിക്കെതിരെയുള്ള ആരോപണം വരുന്നത്. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് കടകംപള്ളിയെയും സോണിയാഗാന്ധിയുമായിട്ട് താരതമ്യപ്പെടുത്തരുത്. കടകംപള്ളി ആ സമയത്ത് ദേവസ്വം വകുപ്പിൻ്റെ തലപ്പത്തിരുന്ന മന്ത്രിയാണ്. അതേ സമയത്താണ് മന്ത്രിയായിരുന്ന അതേ സമയത്താണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നത്. ഈ 3 ഇടങ്ങളിൽ നിന്നും സ്വർണം പോയത്. മഞ്ജുഷ, ഇതില് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വസ്തുതകളിലേക്ക് CPMനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിനു വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമം BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഒരേപോലെ ചെയ്തുകൊണ്ടിരിക്കും.
ഇതിന്റെ വസ്തുത നമുക്കറിയാം. ശബരിമല എന്ന് പറയുന്നത് ഒരു 6 പതിറ്റാണ്ട് കൊണ്ടാണ് ഇന്ന് ലോകം അറിയപ്പെടുന്ന ശബരിമല എന്ന ഇന്ത്യയിലെ മഹാ തീർത്ഥാടന കേന്ദ്രമായി വളർത്തപ്പെട്ടത് എന്നുള്ള വസ്തുതയുണ്ട്. 1967 സഖാവ് CK ചന്ദ്രപ്പൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന കാലത്താണ് അന്ന് 2 ലക്ഷം ആളുകളാണ് ശബരിമലയിൽ തീർത്ഥാടന കാലത്ത് വന്നിരുന്നതെങ്കിൽ ഇന്ന് പ്രതിദിനം 1 ലക്ഷം ആളുകൾ തീർത്ഥാടനത്തിനായി എത്തുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സഖാവ് CK ചന്ദ്രപ്പന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലുമായി അയ്യപ്പ ജ്യോതി പ്രയാണം നടത്തി. ആ അയ്യപ്പ ജ്യോതി പ്രയാണത്തിലൂടെയാണ് ശബരിമല എന്ന് പറയുന്ന മഹാക്ഷേത്രത്തെ ഇത്രയധികം ആരാധകരുടെ അല്ലെങ്കിൽ തീർത്ഥാടകരുടെ ഒരു കേന്ദ്രമാക്കി വളർത്തിയെടുക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് വന്നിട്ടുള്ള ദേവസ്വം ബോർഡുകൾ നടത്തിയിട്ടുള്ള നിസ്തൂലമായ പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് കൂടി മറന്നുകൊണ്ടാണ് ഇപ്പോ ഇത്തരത്തിലുള്ള വിമർശനം ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുകയും ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കൊള്ളയടിക്കുന്നു എന്ന വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത്. അതിന്റെ കൂട്ടത്തിലാണ് മുഖ്യമന്ത്രിയുമായി വ്യാജ പ്രചാരണം അല്ലല്ലോ അഡ്വക്കേറ്റ് BN ഹസ്കർ. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ് സ്വർണം പോയത് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതിൽ CPM നേതാക്കൾ ജയിലിലാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ലല്ലോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്ന് ഭരിച്ചിരുന്നത് ഇടതുപക്ഷ നേതാക്കളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിയായിരുന്നത് കടകംപള്ളിയായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അല്ല, നിശ്ചയമായും ഇപ്പോൾ നിലവിൽ ഇതുവരെ എടുത്തിട്ടുള്ള SITയുടെ അന്വേഷണം നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള വാസു സാറാണെങ്കിലും സഖാവ് പത്മകുമാറാണെങ്കിലും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള വിജയകുമാറിനാണെങ്കിലും ഇവർ 3 പേർക്കും ഏതെങ്കിലും തരത്തിലുള്ള അന്യായമായ ലാഭം, ഞാൻ പറയുന്ന വാക്ക് വളരെ കൃത്യമായിട്ട് പരിശോധിക്കണം, അന്യായമായ ലാഭം നേടി ഈ സ്വർണ്ണക്കൊള്ളയിലൂടെ നേടി എന്നുള്ളത് SITക്ക് നിലവിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അങ്ങനെ ഒരു അഭിപ്രായം SIT നാളിതുവരെ കോടതിയിൽ സമർപ്പിച്ച ഒരു രേഖകളിലും ഉണ്ടായിട്ടില്ല. അങ്ങനെയല്ല, ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിലും കസ്റ്റഡി റിപ്പോർട്ടിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണല്ലോ. അന്യായമായ ലാഭം ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണല്ലോ. അല്ല, ഒരു തരത്തിലുള്ള ദേവസ്വം ബോർഡിന് നഷ്ടവും ഈ ഇടപെട്ട ആളുകൾക്ക് ലാഭവും ഉണ്ടാക്കുന്ന രീതിയിൽ ഇടപെട്ട ആളുകൾക്ക് ലാഭം ഉണ്ടാക്കി. ഞാൻ ഈ പറയുന്ന വിശിഷ്യ CPM നേതാക്കന്മാരായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ 3 പേർക്കും ഏതെങ്കിലും തരത്തിൽ അന്യായമായ ലാഭം ഞാൻ വായിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ എൻ വാസുവിന്റെ പ്രത്യേകിച്ച് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലാഭം ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, മറ്റുള്ളവർക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് കേട്ടോ, ആ പ്രതി ഉൾപ്പെടെയുള്ളവർക്കാണ് അത്. അതിനകത്ത് ഹസ്കർ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലല്ല, ഞാൻ വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് ഇക്കാര്യം പറയുന്നത്. ഞാൻ ഇതിന്റെ പല രേഖകളും നേരിട്ട് കാണാൻ അവസരം ലഭിച്ച ആളെന്ന നിലയിൽ കോടതി സമർപ്പിക്കപ്പെട്ട രേഖകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ അതിന്റെ സാഹചര്യത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പറയുന്നത്. ഈ പാർട്ടിയുടെ പ്രതിനിധികളായി ചുമതലപ്പെടുത്തിയിരുന്ന വാസു സാറിനാണെങ്കിലോ അതുപോലെ പത്മകുമാറിനാണെങ്കിലോ ഇപ്പൊ വിജയകുമാറിന്റെ ആണെങ്കിലോ നിലവിൽ അവർക്കെതിരെ ഏതെങ്കിലും അവർ അന്യായ ലാഭമുണ്ടാക്കി ഈ കൊള്ളയിലൂടെ എന്നത് സംബന്ധിച്ച് നിലവിൽ ഒരു തരത്തിലുള്ള അങ്ങനെയാണോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അങ്ങനെയാണെന്ന് തോന്നുന്നില്ല. ഇദ്ദേഹം പഴയ IPCയിലെ 420യുടെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. പ്രതികൾക്ക് അന്യായ ലാഭം ഉണ്ടാക്കണമെന്നും അതിൽ കൂടെ മറ്റവർക്ക് അന്യായ നഷ്ടം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടി എന്നൊക്കെ ഡെഫിനിഷൻ ഉണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട 3 സഖാക്കന്മാരായ സഖാവ് പത്മകുമാറിനും വാസു സാറിനും സഖാവ് വിജയകുമാറിനും യാതൊരു നേട്ടവും ഉണ്ടായില്ല. വളരെ പാവങ്ങളാണേ അവർ എന്നാണ് ശ്രീ ഹസ്കർ പറയുന്നത്. ബാക്കി ഇതുവരെ പിടിച്ച 10-ലെ 7 പേർക്ക് അന്യായ ലാഭം ഉണ്ടാവുകയും ഞങ്ങളുടെ 3 സഖാക്കന്മാർക്ക് യാതൊന്നും കിട്ടിയില്ലേ എന്നുള്ള വിലാപമാണ് അദ്ദേഹം നടത്തുന്നത്. തീർത്തും ഇതൊന്നും ഈ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ, സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളുടെ മുമ്പിൽ ശ്രീ ഹസ്കർ സാറിന്റെ കൂട്ടുള്ള ഒരു മുതിർന്ന അഭിഭാഷകൻ പറയുന്നത് വെറും അപഹാസ്യമാണ്. തീർച്ചയായിട്ടും ഈ പൈസ ഇടപാടില്ലാതെ, ധനം കിട്ടാതെ, കൊള്ള മുതൽ കിട്ടാതെ ഇവരൊക്കെ ഇതിന് കൂട്ടുനിൽക്കുമോ? എത്ര ദിവസമായി ഇവർ റിമാൻഡിൽ കിടക്കുകയാണ്? ഏതെങ്കിലും തരത്തിൽ പ്രാഥമികമായിട്ട് ഞങ്ങൾ നിരപരാധികളാണ് എന്ന് തെളിയിക്കാൻ ഈ 3 പ്രഗത്ഭരായ വ്യക്തികൾക്കും അവരുടെ പ്രഗത്ഭരായ അഭിഭാഷകർക്കും സാധിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടുമായിരുന്നല്ലോ. ഞാൻ എല്ലാ രേഖകളും കണ്ടിട്ടുണ്ടെന്നാണ് ശ്രീ ഹസ്കർ പറയുന്നത്. അപ്പോൾ തന്നെ എന്താണ് ഹൈക്കോടതി പറഞ്ഞതിന്റെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്? CPM സഹയാത്രികനായിട്ടുള്ള ഹസ്കറിന് എല്ലാ രേഖകളും കൃത്യമായി കാണാനും കേൾക്കാനും ഞാൻ ആ കേസിൽ ഹാജരാകുന്ന വക്കീലൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രേഖകൾ കണ്ടു എന്ന് പറഞ്ഞത്. ഞാൻ ഈ പറയുന്നത് അന്വേഷണ ഏജൻസിയുടെ കുറ്റം അവരുടെ എടുത്ത രേഖകളല്ല, കോടതിയിൽ ഹാജരാക്കുന്ന എനിക്ക് കൂടി അവകാശപ്പെട്ട രേഖകൾ ഞാൻ കണ്ടു. ശരി, ആയിക്കൊള്ളാം, താങ്കൾ ഞാനത് സമ്മതിച്ചിരിക്കുന്നു. അദ്ദേഹം അപ്രകാരം പറയുമ്പോൾ
സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇതിനകത്തുള്ള ഈ 3 വ്യക്തികളുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ച ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ സ്ഥാനത്തേക്കും മെമ്പർ സ്ഥാനത്തേക്കും വന്നിട്ടുള്ള ഈ 3 വ്യക്തികളും ഉണ്ടാക്കിയിട്ടുള്ള ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻകത്തിനെ പറ്റി കൂടെ SIT അന്വേഷിക്കുന്നുണ്ടാകാം. അതൊക്കെ അവസാനമായിരിക്കും, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുന്നത് തെളിവ് രൂപത്തിൽ വരുന്നത്. ഇതിനകത്ത് വളരെ വ്യക്തവും കൃത്യമായ രീതിയിൽ വളരെ വലിയൊരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ വളരെ വലിയൊരു കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ആ കൊള്ളയുടെ അടിസ്ഥാനത്തിൽ ഇവര് പണം വീതം വെച്ചിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ പുറത്തേക്ക് നമ്മളൊക്കെ ആദ്യ ഘട്ടത്തിൽ ശ്രീ ഹസ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാര് ഇതൊന്നും കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിക്കാർക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ഒന്നാം ഘട്ട ചർച്ചകളിൽ പറഞ്ഞത്. ഇത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ കളിയായിരുന്നു. ആദ്യം പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാത്രം, പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉദ്യോഗസ്ഥരുമായിട്ടുള്ള പങ്കാളിത്തം, പിന്നെ ആ സ്വർണ്ണ കച്ചവടക്കാരുടെ പങ്കാളിത്തം, അതിനുശേഷം പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് വന്നപ്പോൾ അത് അംഗീകരിക്കേണ്ടി വന്നു. ഇപ്പോൾ കടകംപള്ളിയിലേക്ക് വരുമ്പോൾ അത് അംഗീകരിക്കാൻ സമയമായിട്ടില്ല. അത് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും അതിന്റെ മുകളിലേക്ക് അന്വേഷണം പോകുമ്പോൾ താഴെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കടകംപള്ളിയെ ഈ കേസുമായി ബന്ധപ്പെടുത്തി അവർ സമ്മതിക്കത്തില്ല. ഗോവിന്ദൻ മാസ്റ്റർ നാളിതുവരെ അംഗീകരിച്ചിട്ടുണ്ടോ കടകംപള്ളി ഈ പത്മകുമാർ കള്ളനാണെന്നോ അദ്ദേഹം കുറ്റവാളിയാണെന്നോ നാളിതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ. CPM ഏത് കാലത്താണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്? നിഷ്ഠൂരമായ കൊലപാതകങ്ങളിൽ ഉൾപ്പെടുന്നവരെ വരെ ആ ശിക്ഷിക്കപ്പെടുന്ന ദിവസം വരെ സംരക്ഷിക്കുന്ന ഒരു പാരമ്പര്യമാണ്, ശിക്ഷിച്ച് കഴിഞ്ഞാലും സംരക്ഷിക്കുന്ന പാരമ്പര്യമാണ് CPMനുള്ളത്. അതുകൊണ്ട് ഇവരൊക്കെ പുണ്യവാളന്മാരൊന്നും ആകത്തില്ല. ഇവരിതൊക്കെ അനുഭവിച്ചേ പറ്റുകയുള്ളൂ. കാരണം അത്രമാത്രം അയ്യപ്പ ഭക്തന്മാരുടെ കോപം ഇവരൊക്കെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കൂ. ഈ 3 പേരെ പറ്റിയും ഈ 3 പേരും കളങ്കിത വ്യക്തിത്വങ്ങളാണ്. പത്മകുമാർ ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ വിജയകുമാർ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നേതാവായിരുന്ന കാലഘട്ടത്തിൽ കാണിച്ച അതിക്രമത്തിന് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുള്ള ആളാണ്. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ സർക്കാർ വീണ്ടും അദ്ദേഹത്തിന് സർവീസിലെടുത്തു. അത്രമാത്രം തോന്നിവാസം കാണിക്കുന്ന വ്യക്തികളാണ് വാസുവും. അതേപോലെ തന്നെ കാര്യമാണ് താങ്കൾ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് എനിക്കിതിൽ ഒരു പങ്കാളിത്തവുമില്ല, ഇത് സഖാവ് പറഞ്ഞതുകൊണ്ട് ഞാനതിന് ഒപ്പിട്ടു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ആത്മഹത്യ ചെയ്യാൻ പോലും തോന്നിപ്പോയി, കാരണം അത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്നാണ്. വിജയകുമാറിന്റെ കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അതെ, അതാണ് ഈ സഖാക്കന്മാരുടെ ഹൈറാർക്കി നോക്കണം. സാധാരണ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള വിജയകുമാർ, അതിന്റെ മുകളിലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പത്മകുമാർ പറയുന്നത് കേൾക്കും. പത്മകുമാർ അദ്ദേഹത്തിന്റെ മുകളിലുള്ള പാർട്ടിയുടെ ഹൈറാർക്കി അനുസരിച്ച് അതിന്റെ മുകളിലുള്ള ശ്രീ കടകംപള്ളി പറയുന്നത് കേൾക്കും. കടകംപള്ളി അതിന് മുകളിലുള്ള AKG ഭവനിലുള്ള ഗോവിന്ദൻ മാസ്റ്ററോ പിണറായി പറയുന്നത് കേൾക്കും. ഇതാണ് പാർട്ടിയുടെ ഹൈറാർക്കി. ആ ഹൈറാർക്കി അനുസരിച്ചുകൊണ്ട് ഈ വ്യക്തികൾ ചേർന്ന് സംഘടിതമായി ആലോചിച്ച് നടത്തിയിട്ടുള്ള മോഷണമാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ കേരളത്തിനകത്ത് നടന്നിരുന്ന ഒരു സംഭവമായിരുന്നുവെങ്കിൽ ശരിയാണ്, ഇത് ദേവസ്വം ബോർഡിലെ അംഗങ്ങളുടെ പരിമിതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇത് കേരളത്തിന് വെളിയിലേക്ക്, ഭാരതത്തിന് വെളിയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ചരടുകൾ പോയിട്ടുണ്ട് എങ്കിൽ അത് അത്രമാത്രം ഉന്നതരായിട്ടുള്ള ആൾക്കാരുടെ ഗ്രീൻ സിഗ്നൽ കിട്ടാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമേ നടക്കുകയില്ല. അത് പൊതുസമൂഹം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇത് ഇന്നും അംഗീകരിക്കാൻ ഈ CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്. അവർ ഇലക്ഷൻ ആവുന്ന സമയത്ത് അവർ തോറ്റു എന്ന് എല്ലാവരും വിശ്വസിക്കും, പക്ഷെ തോറ്റു എന്ന് സമ്മതിക്കാൻ മടിക്കുന്ന പ്രസ്ഥാനമാണ് CPM. ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ള ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കുന്നില്ല. അവിടെയും ഈ താത്വികമായ അവലോകനത്തിൽ ഗോവിന്ദൻ മാഷ് പറയുന്നത് പ്രതിപക്ഷം ഇങ്ങനെ ഒരു പ്രചാരണം നടത്തി, ആ പ്രചാരണം തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ്. അതായത് പാർട്ടിക്കും മുന്നണിക്കും തിരിച്ചടിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വർണ്ണക്കൊള്ള ബാധിച്ചു എന്ന് തന്നെയല്ലേ? അത് സമ്മതിക്കാൻ പ്രയാസമാണ് ഇപ്പോഴും. അല്ല മഞ്ജുഷേ, കേരളത്തിലെ കഴിഞ്ഞ പ്രാദേശിക സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത പ്രഹരത്തിന്റെ ഒരു കാരണം ശബരിമല വിഷയം തന്നെയായിരുന്നു. ശബരിമല വിഷയത്തിൽ അവധാനതയോടുകൂടി പാർട്ടി ചുമതല ഏൽപ്പിച്ച ആളുകളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ അത് CPMനെയും ഇടതുപക്ഷത്തെയും ദുർബലപ്പെടുത്തുന്നതിന് ഇടയാക്കി എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. നടപടി ഉണ്ടായിട്ടില്ല. അല്ല, നടപടി ഉണ്ടാവാതെ ഇരുന്നത് അത് ഒരു പക്ഷേ അതിന്റെ ഉത്തരവാദികളായിരുന്ന ആളുകളെ ഈ വിഷയം കത്തിക്കാളുന്ന സമയത്തു തന്നെ പാർട്ടി നടപടി എടുത്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഈ പാർട്ടിയുടെ മുഖം സംരക്ഷിക്കുന്നതിന്, പാർട്ടിയുടെ അസ്തിത്വം സംരക്ഷിക്കുന്നതിന് കഴിയുമായിരുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ എന്നുള്ളതാണ്. പക്ഷേ അവരുടെ മൊഴികൾ നിർണായകമാണ്. അത് പാർട്ടിക്കും കുരുക്കാവുന്നതാകാം ആ മൊഴികൾ. അതും വരുമല്ലോ, അതുകൊണ്ടാണ് നടപടി ഉണ്ടാകാത്തത്. അങ്ങനെയല്ല, ഇതിൽ ആ തെറ്റിദ്ധാരണയാണ് ഏറ്റവും പരമപ്രധാനം. അത് ജനങ്ങൾ വിശ്വസിച്ചാണ്, അത് തെറ്റിദ്ധാരണയല്ല, അത് ജനങ്ങൾ വിശ്വസിച്ചാണ്. നിങ്ങൾ നടപടി എടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മുക്തരാകാമായിരുന്നു. നിശ്ചയമായും ഇതില് പാർട്ടി അവരുടെ മൊഴികളോ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അല്ല, ആർക്കും അറിയില്ല. എന്താണ് അവർക്കെതിരെയുള്ള ആരോപണം?
അവർ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒന്ന്. രണ്ട്, ഇതിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജാഗ്രത കുറവോ വീഴ്ചയാണോ സംഭവിച്ചിട്ടുള്ളത് അവരുടെ ഉത്തരവാദിത്വം? ഇത് രണ്ടും SIT കണ്ടെത്തി അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ മാത്രമേ പൊതുജനത്തിന് അറിയാൻ കഴിയുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിലവിൽ അങ്ങനെയല്ല, പൊതുജനം വിശ്വസിച്ച കാര്യമാണ്. നിങ്ങൾ നടപടി എടുത്തില്ല, പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും നിങ്ങൾ നടപടി എടുത്തില്ല. അപ്പോൾ എന്താണ് അടുത്തതായിട്ട് വരുന്ന ചോദ്യം? അവരുടെ വായിൽ നിന്ന് കടകംപള്ളിയുടെ പേരോ അതിന് മുകളിലേക്കുള്ള പേരോ വീണാൽ, മറ്റുള്ളവരുടെ ആരുടെയെങ്കിലും പേര് വീണാൽ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അവർക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ പറയുന്ന കടകംപള്ളിയെ ഒന്നും സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയുമില്ല. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നില്ല, അങ്ങനെ ഒരു ബാധ്യതയേ ഇല്ല. അല്ല, നിശ്ചയമായും ഇതിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ എതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പാർട്ടി അതിൽ നിന്ന് മാറി നിൽക്കാനോ പാർട്ടിക്ക് ആ ഉത്തരവാദിത്വം ഒഴിഞ്ഞു പോകാനോ ആവില്ല, അങ്ങനെ കരുതുന്ന ആളുമല്ല. അപ്പോ നിശ്ചയമായും അക്കാര്യത്തിൽ നടപടിയെടുക്കും, ആ നടപടികളിലേക്ക് പോകും. പക്ഷെ എന്താണ് അവർക്കെതിരെ വരുന്ന ആരോപണം, അല്ലെങ്കിൽ എന്താണ് അവർക്കെതിരെയുള്ള കുറ്റപത്രം എന്നുള്ളത് കാത്തിരിക്കുകയായിരുന്നു പാർട്ടി എന്നുള്ളതാണ്. പക്ഷെ ഒരുപക്ഷെ അതിനു മുമ്പ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് പാർട്ടിക്ക് കഴിയണമായിരുന്നു. ആ വീഴ്ച പാർട്ടിക്ക് സംഭവിച്ച ഒരു പിശകു തന്നെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ ഘട്ടത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, സേനാപതി വേണു, അത് ആത്മവിമർശനം എന്ന രീതിയിൽ തന്നെ ഹസ്കർ കാണുകയാണ്. അദ്ദേഹം അത് അങ്ങനെ തന്നെ കാണുന്നു. പക്ഷേ ഗോവിന്ദൻ മാഷ് ഇത് സമ്മതിച്ചിട്ടില്ല. അവരെ കുറ്റക്കാരായിട്ട് കണ്ടെത്തിയിട്ടില്ലല്ലോ, അതുകൊണ്ട് നടപടി ഇപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട്. ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ വീണ്ടും ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ നേരത്തെയും ചർച്ച വന്നിട്ടുള്ളതായിരുന്നു ഈ പറയുന്ന ഈ ദൈവതുല്യർ ആരാണ് എന്നുള്ള കാര്യം. ഒരു ദൈവതുല്യൻ കടകംപള്ളിയാണ് എന്ന രീതിയിലൂടെ ചർച്ച വന്നു. മറ്റ് ദൈവതുല്യരുടെ പേര് പറയുമ്പോൾ അതിൽ തന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ടാവുമോ? പത്മകുമാറിന്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കുമോ എന്ന് നേരത്തെയും ചർച്ച ചെയ്തതാണ്. അതായത് തന്ത്രിയും മന്ത്രിയും എന്ന് കമ്പൈൻ ചെയ്ത് പറയാറുണ്ട്. അതെ, നമ്മൾ പ്രാസൂപ്പിച്ച് എങ്ങനെ പറയുന്നേ ഉള്ളൂ. എനിക്ക് പക്ഷേ ഇന്ന് കൗതുകമായിട്ട് പത്മകുമാർ സാറിന്റെ റിയാക്ഷനിൽ തോന്നിയ 2-3 കാര്യങ്ങൾ. ഒന്ന്, അവർ ശവന്തീനികളല്ല തുടങ്ങിയ പ്രയോഗങ്ങൾ പറയുകയുണ്ടായി. എന്താ അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് വളരെ കൗതുകം തോന്നി. അവർ ശവന്തീനികളല്ല തുടങ്ങിയ യോഗങ്ങളാണ് പറയുന്നത്. എന്താണ് പത്മകുമാർ സാറിന്റെ മനസ്സിലെന്ന് അറിയില്ല. ഇനി മഞ്ജുഷിനോട് ഒരു കൗതുകം കൂടി, ഞാൻ പൂജപ്പുരയിലായിരുന്നപ്പോൾ, ഞാൻ ജയിലിലായ സമയത്ത് പത്മകുമാർ സാറിനെ, ഞാനും സെൻട്രൽ പ്രസിഡന്റിലായിരുന്നു, ഞാൻ പത്മകുമാർ സാറിനെ 2 തവണ കണ്ടു. 2 തവണയും അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം ചോദിച്ചുള്ളൂ, സാറേ സത്യം പറയൂ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പക്ഷെ പുള്ളി ഇപ്പോഴും പറയുന്നത്, അദ്ദേഹത്തിന്റെ സ്റ്റാൻഡാണ്, ശരിയാണോ എന്നറിയില്ല, പുള്ളി ഇപ്പോഴും പറയുന്നത് അദ്ദേഹം ഇതിൽ ഇൻവോൾവ് അല്ല, ഉണ്ണികൃഷ്ണനും ചില ഉദ്യോഗസ്ഥരും ചേർന്നൊരു കാര്യം ചെയ്തു എന്ന ആംഗിളാണ് അദ്ദേഹം എടുക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് നമുക്ക് ലഭ്യമായ ഇൻഫർമേഷൻ വേണം. നമ്മൾ കാടടച്ച് വെടിവെക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? അങ്ങയുടെ പരിപാടിയിൽ തന്നെ എൻ്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ വളരെ മനോഹരമായി പറഞ്ഞതുപോലെ, യഥാർത്ഥത്തിൽ തന്ത്രിയുടെ മുകളിലേക്ക് പോയി ദേവസ്വം ബോർഡിന്റെ റേഞ്ചിൽ വെച്ചാണ് ഈ പോളിസി ഡിസിഷൻ ഉണ്ടാകുന്നത്. ദേവസ്വം ബോർഡിന്റെ പോളിസി ഡിസിഷന്റെ ഭാഗമല്ല തന്ത്രി. അതായത് തന്ത്രിക്ക് യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ റോളില്ല. ആചാരം, പൂജ, അനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങളിലേ റോളുള്ളൂ. അപ്പൊ വെറുതെ തന്ത്രി ഇതിലേക്ക് ഡ്രാഗ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ എന്ന് ചിന്തിക്കണം. എന്നുള്ള ചോദ്യം അവിടെ ഉയരില്ലേ ശ്രീരാം? കറക്റ്റാണ്. കാര്യം നമുക്ക് അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ CPM വിരുദ്ധനാണെന്ന് അറിയാലോ, ഞാൻ CPM-നെ എതിർക്കുന്ന വ്യക്തിയാണ്, CPM-ആയിട്ട് എന്നും തല്ലുകൂടി നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഒരു വിശ്വാസിയായ എനിക്ക് ഇത് CPM-നെ തല്ലാനുള്ള വടിയല്ല. കാര്യം നമുക്ക് ഇത് രാഷ്ട്രീയത്തിനപ്പുറമുള്ളൊരു തലം വേണ്ടേ? കാര്യം സ്വാമി അയ്യപ്പൻ എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി നമ്മൾ നിലപാടെടുക്കേണ്ടതാണ്, ഇടപെടേണ്ടതാണ്. അവിടെയാണ് ഈ പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ടിൽ ശ്രീ കുഞ്ഞബ്ദുള്ളക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ കൊടുത്തിരുന്നു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോടും പൊതുവിലും പറഞ്ഞു, സഖാക്കൾ ഉണ്ടേ അയ്യപ്പ എന്ന് പറയുകയാണെങ്കിലായിരുന്നു കുറച്ചുകൂടെ കറക്റ്റ്. എല്ലാ സഖാക്കളും മോശമെന്നൊന്നും ആർക്കും അഭിപ്രായമില്ല. ഉദാഹരണം, ശബരിമലയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല ദേവസ്വം മന്ത്രിമാരിൽ ഒരാൾ ഒരു സഖാവാണ്, സഖാവ് ജി സുധാകരൻ. കോൺഗ്രസിന്റെ നമ്മുടെ പ്രയാർ സാറാണ് ഏറ്റവും മികച്ച അവിടുത്തെ എന്താ പറയുന്നത് പ്രസിഡന്റുമാരിൽ ഒരാൾ. കുമ്മനം ചേട്ടനെ പോലൊരാൾ, ശശി തരൂർ സാർ ഞങ്ങളുടെ പരിപാടിക്ക് വന്നാണ് പറഞ്ഞത്, യഥാർത്ഥത്തിൽ കാവ്യ ധരിക്കാത്തൊരു സന്യാസിയാന്ന് പലരും പറയുന്നുണ്ട്. ശ്രീ കുമ്മനത്തെ കണ്ടപ്പോൾ വളരെ സാത്വികത എനിക്ക് തോന്നി തുടങ്ങിയ കാര്യങ്ങൾ എൻ്റെ മുത്തശ്ശിയുടെ ബുക്ക് റിലീസിനാണ്. അപ്പം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായൊരു നെറേറ്റീവ് നമുക്ക് ഈ വിഷയത്തിൽ വേണം. ആ നെറേറ്റീവിന്റെ ഭാഗമായി കോടതി വിധി പറയുന്നതിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം. ഇനിയും കോടതിയുടെ സ്ഥലത്തെത്തുമ്പോൾ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടാവും. ഇത് വീണ്ടും ഈ രീതിയിൽ പ്രോജ്വലിച്ചത് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ നിന്ന് അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായി. ഗവൺമെന്റോ മാധ്യമങ്ങളോ ബാക്കി ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണല്ലോ വേറൊരാളെ അറസ്റ്റ് പോലും ചെയ്തത്. ഇപ്പം ശങ്കർദാസ് സാറിന് പ്രായം കൂടുതലാണ്, 83 വയസ്സായി തുടങ്ങിയ കാര്യങ്ങൾ ആയിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇളവ് കൊടുക്കുന്ന ഇനി എത്ര കാലം കൊടുക്കുമെന്നറിയില്ല. അപ്പൊ അവിടെയാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നമുക്കറിയേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അയ്യപ്പന്റെ സ്വത്ത് എവിടെയുണ്ടോ, അത് പോയെങ്കിൽ വിറ്റത് ആർക്കാണ്? ഇനി ഈ മേടിച്ച ആൾക്കാർക്കടക്കമുള്ള കാര്യങ്ങൾ അവരെയും തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും. ഇപ്പൊ ശ്രീ ജയറാം അടക്കമുള്ളവരെ ഈ പൂജയ്ക്ക് വിളിച്ചത് ഉണ്ണികൃഷ്ണൻ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും. കാര്യം എനിക്ക് ഈ റൈറ്റ്സ് എല്ലാം ഉണ്ട്, ദേവസ്വം ബോർഡ് എനിക്ക് എഴുത്ത് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ ഏതൊരാളും പോവില്ലേ?
സാധാരണക്കാരെ ഇതിലേക്ക് നമ്മൾ വലിച്ചിടരുത്. ജയറാമിനെതിരെയും ചില യൂട്യൂബ് ചാനലുകൾ ശരിയാണ്. അത് മാത്രമല്ല അത് തന്ത്രിയുമായിട്ടുള്ള ബന്ധം പറഞ്ഞു പോലും പോറ്റി അങ്ങനെയുള്ള സൗഹൃദ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, വിശ്വാസബന്ധം. എന്താ ചെയ്യാൻ പറ്റുക? ശരി, ശ്രീ കാര്യം എന്താ അറിയോ, അനിൽ പിള്ളയിൽ ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ തന്ത്രിക്കും മന്ത്രിക്കും ഒരേപോലെ തന്നെയാണ്. ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ ഇൻവോൾവ്മെന്റ് ഇല്ല. കാരണം അവർക്ക് ഈ രേഖകളുണ്ടാവില്ല. ശ്രീ അനിൽ, ഒരൊറ്റ വരി കൂടി, ഹൈക്കോടതിയുടെ വിധിയിൽ ഇവർക്കെതിരെ പരാമർശമില്ല. തന്ത്രിയെക്കാട്ടി വലുത് അയ്യപ്പനാണല്ലോ. ശരിയാണ് അനിൽ. ഇതുവരെ ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഉത്തരവുകളിൽ ഒരിടത്തും മന്ത്രിയെ പറ്റിയോ തന്ത്രിയെ പറ്റിയോ പരാമർശമില്ല. മന്ത്രിയെ പറ്റി മിനിയാന്ന് വരെ യാതൊരു പരാമർശവും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്തു. സമാന സാഹചര്യം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് തന്ത്രിയെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് 1, 2, 3, 4 വ്യക്തികൾക്ക് മാത്രമായിട്ട് ആലോചിച്ചുറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംവിധാനമല്ല ശബരിമലയിൽ നടന്നിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായ രീതിയിൽ ഉദ്യോഗസ്ഥരുണ്ടാകാം, പുരോഹിത വിഭാഗത്തിലെ ആൾക്കാരുണ്ടാകാം, മന്ത്രിമാരുണ്ടാകാം, രാഷ്ട്രീയക്കാരുണ്ടാകാം, അന്താരാഷ്ട്ര തലത്തിൽ കച്ചവട ബന്ധങ്ങളുള്ള വ്യക്തികളുണ്ടാകാം. ഇത്തരത്തിലുള്ള ഒരു അവിഹിതമായിട്ടുള്ള ഒരു അവിശുദ്ധമായിട്ടുള്ള കൂട്ടുകെട്ടുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മോഷണം നടന്നിട്ടുള്ളതെന്ന് വളരെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തന്ത്രിയും മന്ത്രിയും ഒക്കെ ഇതിനകത്ത് ഒരു പരിധി വരെ ഏതെങ്കിലും രീതിയിൽ നേരിട്ടോ പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തെ വീഴ്ചകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തെ അനാസ്ഥകൾ കൊണ്ടോ ഇപ്രകാരമുള്ള കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരും ഈ കേസിനകത്ത് ഉൾപ്പെടുക തന്നെ വേണം. കാരണം ഇത് അയ്യപ്പ ഭഗവാന്റെ സ്വത്താണ്. ഇത് ഈ മന്ത്രിയുടെ സ്വത്തോ തന്ത്രിയുടെ സ്വത്തോ അല്ല എന്നുള്ളത് പൊതുസമൂഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണക്കാരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ, ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർ കാണിക്കുക ഇടുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ ഒരു അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് വരെ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈ ഡി മണിയുടെ കൂട്ടുള്ള ആൾക്കാർ ചെയ്തിരുന്നു. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുറെ കാലത്തിന് മുമ്പ് ഈ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കമ്പവിളക്ക്, ഇതേപോലെ തന്നെ പുരാവസ്തു പ്രാധാന്യമുള്ള കമ്പവിളക്ക് ഈ കേരളത്തിനും ഭാരതത്തിനും വെളിയിലേക്ക് കടത്തിക്കൊണ്ടുപോയ ഒരു സംഭവമുണ്ട്. അക്കാലത്ത് മാധ്യമങ്ങൾ അത്രമാത്രം സജീവമായി ഇക്കാര്യങ്ങളെ പറ്റി ചിന്തിക്കാതിരുന്നത് കൊണ്ട് അത് ആവിയായിപ്പോ ഒരു കേസാണ്. അതേ സാഹചര്യം ഈ കേസിനും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ നാട്ടിലെ വിജിലന്റ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ശ്രദ്ധാപൂർവം കാത്തിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ ജയിലിൽ വെച്ച് 2 തവണ പത്മൻ ചേട്ടനെ കണ്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം അങ്ങോട്ട് രാഹുൽ ഈശ്വറിന്റെ അടുത്ത് പറയുകയാണോ ഞാൻ മോഷ്ടിച്ചത്? ഒരിക്കലും പറയത്തില്ല. അദ്ദേഹം പറയുന്നത് തെറ്റാണ്. അദ്ദേഹം എല്ലാവരും അങ്ങനെയല്ലേ പറയാനൊക്കത്തുള്ളൂ. രാഹുൽ ഈശ്വറിന്റെ അടുത്ത് അയ്യോ ഞാൻ മോഷ്ടിച്ചതാണ് മോനെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്നു പോകുന്നതെന്നൊന്നും പത്മകുമാർ പറയത്തില്ല. ശ്രീ വാസു സാറ് എപ്പോഴും നാഴികയ്ക്ക് 40 വട്ടം ഹസ്കർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്രയോ ബഹുമാനത്തോടു കൂടിയാണ് കള്ളനായിട്ടുള്ള വ്യക്തിയെ വിളിക്കുന്നത്. അദ്ദേഹം കള്ളൻ തന്നെയാണ് 100%. ഈ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുള്ള വ്യക്തികളെ ഒഴിവാക്കിയാൽ നന്നായിരുന്നു. അത് മാത്രമല്ല ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇപ്പോഴും അത് വിശ്വസിക്കുകയാണ്? പത്മകുമാർ പറയുന്നത് അതേപടി വിശ്വസിക്കുകയാണ് എന്നാരും പറയുന്നില്ല. ഞാൻ പറയണ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ വരെ പത്മകുമാർ സാറെന്നും വാസു സാറെന്ന് വിളിച്ചിട്ട് ഇന്ന് രാവിലെ മിസ്റ്റർ വാസു പത്മകുമാർ എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. ഇവരൊക്കെ വളരെ മുതിർന്നവരല്ലേ. ഇനി നാളെ ഇവരെ അക്വിറ്റ് ചെയ്താൽ, അതായത് കോടതി ഇവർ കുറ്റക്കാരല്ല, ഇവർക്ക് കൃത്യവിലോപം മാത്രമാണെന്നുള്ളത് കണ്ടെത്തിയാൽ ഇവരെ കള്ളൻ വിളിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ലേ? 2, വാസു സാറിനോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു ബന്ധമോ ഇഷ്ടമോ ഇല്ല. നേരെ തിരിച്ച് വിശ്വാസികളെ എതിർക്കാനായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ അല്ലെങ്കിൽ നാമജപ ഘോഷയാത്ര നടത്തിയപ്പോൾ പോലീസിനെ വിളിച്ച ആളാണ്. അതായത് തിരുവനന്തപുരം OTC ഹനുമാൻ ടെമ്പിളിലായിരുന്നു ആദ്യത്തെ ശബരിമല പ്രക്ഷോഭത്തിന്റെ പരിപാടി നടന്നത്. ഞാനും യോഗക്ഷേമ സഭയൊക്കെയാണ് ഓർഗനൈസ് ചെയ്തത്. ഞങ്ങൾ അമ്പലത്തിൽ കയറാതിരിക്കാൻ വാസു സാർ പോലീസിനെ വിളിച്ചാണ്. പക്ഷെ വാസു സാർ ഒരുപാട് മുതിർന്ന സ്ഥാനങ്ങളിൽ ഇരുന്നതല്ലേ. അതായത് നാളെ അദ്ദേഹത്തിന് ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ വാസുവിന് കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് കയ്യാമം വെക്കുന്നത് കാണുമ്പോൾ വാസു സാർ അല്ലെങ്കിൽ വളരെ ഹൈ പോസ്റ്റിലിരുന്ന ഒരാളാണ്. അവിടെയാണ് നമ്മളത് അവധാനതയോടെ കാണണം. നമുക്ക് രാഷ്ട്രീയ എതിരാളികളെ അടിക്കാനുള്ള ഒരു വടിയായിട്ട്, രാഷ്ട്രീയ എതിരാളികളെ അടിക്കാനുള്ള വടിയല്ല. ശബരിമലയിൽ സ്വർണം പോയി എന്നുള്ളത് ശരിയാണ്. ആ സമയത്ത് അവിടെ കമ്മീഷണറായും ദേവസ്വം ബോർഡ് പ്രസിഡന്റായും ഒക്കെ ഇരുന്ന ആളുകൾക്ക് അതിൽ പങ്കാളിത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തൽ നടത്തി വരുമ്പോൾ ആ സമയത്ത് അവർ വിധിന്മാരാണെന്ന് പറയാൻ പറ്റുകയില്ല. അല്ലല്ല, അങ്ങനെ ആരും പറയുന്നില്ല. നമ്മൾ സ്ട്രോമാൻ ആർഗ്യുമെന്റ് യൂസ് ചെയ്യേണ്ട. ഒറ്റ കാര്യം, നമ്മൾ സ്ട്രോമാൻ ആർഗ്യുമെന്റ് യൂസ് ചെയ്യേണ്ട. 2, എനിക്ക് തോന്നുന്നില്ല ഹസ്കർ സാറാണ് CPM വേണ്ടി ഏറ്റവും നന്നായിട്ട്
എക്സ്റ്റെൻഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നത്. ഇവർക്ക് ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു വൈക്കാരിയസ് ലയബിലിറ്റി ഇല്ലാന്ന് പുള്ളി പോലും ഒരുപക്ഷെ വാദിക്കില്ല. പകരം നമ്മൾ പറയുന്നത് എന്താ, ഇവിടെ രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇവർക്കിത് ഉത്തരവാദിത്തം മാത്രമാണോ ഉള്ളത്, വീഴ്ചയാണോ? രണ്ട്, ഇവർ മോഷണത്തിൽ ആക്റ്റീവ് പങ്കാളികളാണോ? ഇത് രണ്ടും രണ്ടാണ്. അതായത് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചേർന്നാണ് മോഷ്ടിച്ചത്, പക്ഷേ ഇത് കണ്ടെത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ കുറ്റക്കാരാണ്, ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തി, അവർക്കെതിരെ നടപടി വേണം. ഇത് കൃത്യമായിട്ട് വഴിയിട്ട് കൊടുക്കുകയായിരുന്നുവല്ലോ, അല്ലാതെ ഇത് ഞങ്ങൾ അയ്യോ ഈ ഉദ്യോഗസ്ഥർ അത് ചെയ്തു, ഞങ്ങൾക്ക് അത് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല, ഒരു ടെക്നിക്കൽ വീഴ്ച അങ്ങനെ പറയുവാനേ പറ്റുകയില്ലല്ലോ. സ്വന്തം ഹാൻഡ് റൈറ്റിംഗിൽ സ്വന്തം കയ്യെഴുത്തിൽ തിരുത്തിയിട്ടുണ്ട് പത്മകുമാർ. എനിക്ക് തോന്നുന്നു രാഹുൽ വെള്ളപൂശുകയാണെന്നാണ്. ജയിലിൽ പോയി പത്മകുമാറിനെ കണ്ടതിന് ശേഷം പത്മകുമാറിനെ വെള്ളപൂശുകയാണ്. അല്ലല്ല, രാഹുൽ വെള്ളപൂശുകയാണ്. ആര് വെള്ളപൂശുന്നു? അവധാനതയോടെയും സൂക്ഷ്മതയോടെയും പോകുന്നത് വെള്ളപൂശുകയല്ല. ഞാൻ ഒരു വരിയെ പറയുന്നുള്ളൂ. ആരെയും വെള്ളപൂശണ്ട, കരിവാരിയും തേക്കണ്ട. നമുക്ക് കോടതി വിധിയിൽ പറയുന്ന കാര്യങ്ങളിൽ പോവാം. കാര്യം കോടതിയാണ് ഈ കേസിലെ പരാതിക്കാരൻ. കോടതിയാണ് പരാതിക്കാരൻ. അല്ല, അതിനു മുമ്പ് മഞ്ജുഷെ, ശ്രീ ഹസ്കർ ഇവിടെ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇവര് 3 പേർക്കും ഏതെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റുകൾ ഉണ്ടായതായി ഞാൻ റിമാൻഡ് റിപ്പോർട്ടിൽ കാണുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഞാനും ക്രിമിനൽ ലോയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനായതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, സാർ, എന്തുകൊണ്ട് കോടതിക്ക് മുമ്പാകെ ഇപ്പൊ 40 ദിവസമായപ്പോൾ ബെയിൽ ആപ്ലിക്കേഷൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു പരാമർശം ഇതിൻ്റെ അകത്തില്ല എന്ന് എന്തുകൊണ്ട് അങ്ങേക്ക് ഇത് കോടതിക്ക് മുമ്പാകെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇനി അടുത്ത ചോദ്യം ഞാൻ വീണ്ടും അങ്ങയോട് ചോദിക്കുന്നു, പിന്നെ ആര്, ഹൂ വെയർ ദ ബെനിഫിഷ്യറീസ്? ഇവർക്ക് 3 പേർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടില്ല, പിന്നെ ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കുന്നത്? ഇവരെ നിരപരാധികളാണ് എങ്കിൽ ഇവരെ എന്തുകൊണ്ട് 40 ദിവസമായിട്ട് ഇവരുടെ ബെയിൽ ആപ്ലിക്കേഷൻ? സേനാപതി വേണു, അതിലെ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോ അത് അന്വേഷണത്തിന്റെ പരിധിയിലാണ്. ആ അന്വേഷണ പരിധിയിൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് അന്യായ ലാഭം എന്റെ ചോദ്യം, അങ്ങേക്ക് ഈ ഘട്ടത്തിൽ എങ്ങനെ ബോധ്യപ്പെട്ടു ഇവർക്ക് ഇതിന്റെ അകത്ത് സാമ്പത്തിക ലാഭങ്ങളോ ഇല്ലെങ്കിൽ ബെനിഫിറ്റ്സുകളോ ഉണ്ടായിട്ടില്ല എന്ന് അങ്ങേക്ക് എങ്ങനെ ബോധ്യപ്പെട്ടു? നോക്കിക്കൊണ്ട് അങ്ങേ പോലെ ഒരാൾ ആസ് ഓൺ ടുഡേയിലെ അന്വേഷണ പുരോഗതികളിൽ നിന്നും ഇവർക്ക് അന്യായ ലാഭം ഉണ്ടായതായി കണ്ടെത്താൻ SITക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് സുവ്യക്തമായി പറയാൻ കഴിയും. ഒരു സംശയമില്ല. അവർ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്വം ഫലപ്രദമായി നടപ്പിലാക്കിയില്ല. ഇത്തരം ഒരു കൊള്ളയ്ക്ക് സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിൽ അവരുടെ ജാഗ്രത കുറവ് വന്നിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ചോദ്യം ഇതായിരുന്നു, സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിയും പങ്കാളിയോ? കടകംപള്ളി പങ്കാളിയാണെന്ന് 86% പ്രേക്ഷകരും വിശ്വസിക്കുന്നു, അല്ല എന്ന് 10%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.